ഗുഡ് ഈവനിങ്. നമ്മൾ 5 പേരേ ഉള്ളോ? ഗുഡ് ഈവനിങ്. 5 പേരേ ഉള്ളോ? ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ആരെങ്കിലൊക്കെ ജോയിൻ ആവാൻ ചാൻസ് ഉണ്ടോ? എനിവേ വി ക്യാൻ സ്റ്റാർട്ട്. സമയം കുറച്ചു നേരമായല്ലോ. നിങ്ങൾക്ക് കുറെ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നതിന്റെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെ ടഫായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല മാം. ഓൾമോസ്റ്റ് തീരാറായോ? ഫ്രെയിം മാത്രം കുറച്ചൊരു ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അത് നഷ്ടമായി നഷ്ടപ്പെട്ടു പോയിട്ടു. ഞാൻ ചെയ്തത് A4 സൈസിലെ ക്ലോത്ത് പീസ് എടുത്തിട്ട് ഒരു അധികം തിക്കായിട്ടുള്ള കാർഡ്ബോർഡ് പീസ് അല്ല, എന്നാലും അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ലൂസ് ആവാത്ത രീതിയിലൊരു കാർഡ്ബോർഡ് പീസിൽ അത് ഒട്ടിച്ചിട്ട് ഫുൾ ഒട്ടിച്ചില്ല, ഓപ്പൺ ആകുന്ന ഭാഗത്തിന്റെ അവിടെ മാത്രം ഒട്ടിക്കാതെ അവിടെ ബട്ടൺ, സിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഫ്രെയിം ആയിട്ട് ചെയ്യാൻ, കാരണം വുഡൻ ഫ്രെയിം അതൊക്കെ നമ്മൾ എവിടെയെങ്കിലും കൊടുത്ത് പണിയിക്കോ അങ്ങനെയൊക്കെ വേണമല്ലോ. അതൊന്നും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തത്. അത് പക്ഷെ കുട്ടികൾക്ക് ശരിക്കും അതിങ്ങനെ മൂവ് ചെയ്യും. ഫ്രെയിം ആകുമ്പോൾ അത് നല്ല ഫിക്സ്ഡ് ആയിട്ട് ഇരിക്കും. നമ്മൾ കുട്ടികളുടെ മുന്നിൽ വെക്കുമ്പോൾ നമ്മളൊന്ന് സെക്യൂർ ചെയ്യാനായിട്ട് അതിന്റെ എഡ്ജസിലൊക്കെ ഒന്ന് പിടിക്കേണ്ടതായിട്ട് വരും. ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നാൽ മതി. നമുക്ക് വുഡൻ ഫ്രെയിം ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടായിരിക്കും. ഓക്കെ, നമുക്ക് അതായത് സ്റ്റാർട്ട് ചെയ്യാം. പ്രെയർ ചെയ്യാൻ ആരെങ്കിലും റെഡി ആയിട്ടുണ്ടോ? ഞാൻ പാടാം മാം. All of them, close your eyes. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനാ സ്നേഹദീപമേ മിഴി തുറക്കൂ. കോവിഡ് ടൈമിൽ കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പാട്ടാണ്. ഞങ്ങൾ കസിൻസ് ആയിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ. ഓക്കെ, സോ ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ 12th ബാച്ച് ആണ്. 10 and 11 എക്സാം ഒരുമിച്ചാണ്. മീൻസ് ഡിസംബറിൽ അവരുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഡിസംബർ പകുതി കഴിയുമ്പോഴേക്കും അവരുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. പറഞ്ഞത് നിങ്ങളുടെ അപ്പോ ആയി വരണു എന്നുള്ളതാണ്. 12th അപ്പോ ജനുവരിയിലോ ഡേറ്റ് തന്നിട്ടുണ്ടാവില്ല, ജാൻ ലാസ്റ്റോ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 10 and 11 ഒരുമിച്ചാണ് പോർഷൻസ് തീർന്നത്. അതുകൊണ്ട് അവരെ ഒരുമിച്ചായിരിക്കും അവരുടെ എക്സാംസ് വരെ. നമ്മള് മോഡ്യൂൾ 3 അത് നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻ ആണ്. മോഡ്യൂൾ 1 പാർട്ട് 3 മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അതിന്റെ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് കുട്ടികളെ നമ്മൾ ഡീൽ ചെയ്യുന്നത്, അവർക്ക് മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഡെമോൺസ്ട്രേഷൻ എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. സിമ്പിൾ ടു കോംപ്ലക്സ് ആണ് നമ്മൾ മെറ്റീരിയൽസ് അവരുടെ മുന്നിൽ ഡെമോ കൊടുക്കുമ്പോൾ പ്രസന്റ് ചെയ്യുന്ന രീതി. ആദ്യം അതിന്റെ സിമ്പിൾ, അതായത് ഒരു മെറ്റീരിയൽ തന്നെ പല കൺസെപ്റ്റുകൾ ഉണ്ടാവും. അതുകൊണ്ട് ഫസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് കൊടുത്ത് അത് അവര് പ്രാക്ടീസ് ചെയ്ത് ചിലപ്പം ഒരു ദിവസമായിരിക്കില്ല, 1 or 2, 3, 4, 5 days ഒക്കെ എടുക്കാം. ചിലപ്പോൾ 1 week എടുക്കാം, 2 week എടുക്കാം. ഡിപ്പെൻഡ്സ് കുട്ടികളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച്. അങ്ങനെ അവർ ആ ഒരു കൺസെപ്റ്റ് അവർക്ക് കിട്ടിക്കഴിയുമ്പോഴായിരിക്കും ആ മെറ്റീരിയലിന്റെ അടുത്ത കൺസെപ്റ്റിലേക്ക് പോകുന്നത്. എക്സാമ്പിൾ ആയിട്ട് ക്ലാസ്സിൽ എപ്പോഴും പറയാറുള്ള നമ്പർ റോഡ്സ് എന്ന് പറഞ്ഞിട്ട്, നമ്പർ റോഡ്സിൽ നമുക്ക് കളർ ക്രോമാറ്റിക് സെൻസ് ഉണ്ട്,
കൗണ്ടിങ്, അതിന്റെ സൈസ്, ലെങ്ത് കൂടിയത് ലെങ്ത് കുറഞ്ഞത്, അതുണ്ട് കൗണ്ട് ചെയ്യാനുള്ളത്. ഓൾട്ടർനേറ്റ് ആയിട്ട് കളറിന്റെ ഡിഫറൻസ് കാണാം, ഈ ഓഡ് ഈവൻ കൺസെപ്റ്റ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആണ് അവർക്ക് അഡീഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് അവർ എത്തുന്നത്. സിമ്പിൾ ടു കോംപ്ലെക്സ്, ആ ഒരു രീതിയിലാണ് മെറ്റീരിയലിന്റെ പ്രസന്റേഷൻ. മെറ്റീരിയൽ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ കൊടുക്കുന്ന ഡെമോൺസ്ട്രേഷന്റെ ഫണ്ടമെന്റൽ ലെസൺ ആണത്. അപ്പോൾ ഞങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോഴും നമ്മൾ അത് തന്നെ പാലിക്കാൻ നോക്കിയിട്ടുണ്ട്. കാരണം സിമ്പിൾ ആയിട്ട് ബ്രീഫ് ചെയ്ത് എന്തിനെ കുറിച്ചാണോ അത് മാത്രം ഫോക്കസ് ചെയ്യുന്നു. ഒരു തവണ ചെയ്തത് കൊണ്ടോ ഒരു തവണ കണ്ടത് കൊണ്ടോ ഒന്നും നമുക്ക് പെട്ടെന്ന് ഇതിന്റെ ഒരു കൺസെപ്റ്റ് കിട്ടില്ല. കാരണം കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിട്ട് തോന്നും. പക്ഷെ പല തവണ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു കൺസെപ്റ്റ് ശരിക്കും തറവാകുന്നത്. കുട്ടികളത് വേറെ ഒരു രീതിയിലാണ് അവർ ചെയ്യുന്നത്. അവരുടെ ഉള്ളിൽ അത് അവർക്ക് വേറെ ചിന്തിക്കാനൊന്നുമില്ല. അപ്പൊ അത് ഇംപ്രഷൻസ് ആയിട്ട് അവരുടെ മെമ്മറിയിൽ അത് സ്റ്റോർ ആയിട്ടുണ്ടാവും. ഓക്കെ, മറിയ മോണ്ടിസോറി ഈ ഒരു എൻവിയോൺമെന്റിനെ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മോഡ്യൂൾ 3 നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഏരിയയുമാണ് ഓരോ പാർട്ടായിട്ട് കാണിച്ചിരിക്കുന്നത്. അതായത് 5 പാർട്ട്. അത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാത്തതിന് കാരണം അതിൽ കുറെ എക്സസൈസുകളാണ്, ഡെമോൺസ്ട്രേഷൻ കുറെ എക്സസൈസുകളാണ്. ലാംഗ്വേജിന്റെ സൈഡ് അശ്വതി മിസ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ എക്സസൈസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ കൊണ്ട് ജഗ്ഗില് വെള്ളം നിറപ്പിക്കുക, അങ്ങനെ കണ്ടെയ്നറിൽ പൾസസ് നിർമ്മിക്കുക, അങ്ങനെ ഓരോ ഏജിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറെ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് അതായത് ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നവരുടെ അവരങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ഓൺ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ മറിയം മോണ്ടിസോറി എൻവിയോൺമെന്റിനെ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തതിലെ ഫസ്റ്റ് ഏരിയ ആണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ വീട്ടിലെ കിച്ചൺ തന്നെയാണ്. അവരവിടെ എല്ലാ കാര്യങ്ങളും, അതായത് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ നമുക്ക് വരുന്ന മെറ്റീരിയൽ ആകെ 2 ഉള്ളൂ. ഒന്ന് ഡ്രസ്സിങ് ഫ്രെയിംസ്, ഓൺ ആയിട്ട് എല്ലാം ചെയ്യാൻ പഠിക്കുവാണ്. ഡ്രസ് ചെയ്യാൻ മീൻസ് ബട്ടണിങ് ചെയ്യാനും ബട്ടൺ ഊരാനും അഴിക്കാനും, അതുപോലെ തന്നെ അങ്ങനെ ഡ്രസ് ചെയ്യാനും അൺഡ്രസ് ചെയ്യാനും, സിപ്പ് ഇടാനും, പിന്നെ ഷൂവിന്റെ ലേസ് ഉള്ള ഷൂ ആണെങ്കിൽ അങ്ങനെ അത് കെട്ടാനും. പിന്നെ ചില യൂറോപ്യൻ കൺട്രീസിലെ ആളുകളുടെ ഡ്രസ്സിലും ഉണ്ടാകും അതുപോലെ ലേസിന്റെ ഒക്കെ പോലെ വരുന്നത്. യൂറോപ്യൻ കൺട്രീസിന്റെ ആ ഒരു കൾച്ചർ, ഡ്രസ്സിങ് കൾച്ചർ വെച്ചിട്ടാണ് ഈ ഡ്രസ്സിങ് ഫ്രെയിംസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ രീതിയിലുള്ള ഡ്രസ്സസിന്റെ ആ ഒരു ഫ്രെയിംസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് അത് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇവിടെയുള്ള കുട്ടികൾ ഇവിടുത്തെ രീതിയിലുള്ള ഡ്രസ്സാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡ്രസ്സിങ് ഫ്രെയിംസിൽ യൂസ് ചെയ്യുന്ന ക്ലോത്ത് അത് പ്യുവർ കോട്ടൺ, നാച്ചുറൽ ഫൈബർ കൊണ്ടുള്ള ക്ലോത്തുകൾ തന്നെ ആകാനായിട്ട് നോക്കുക. പിന്നെ ബട്ടണിങ് നമുക്ക് പല ടൈപ്പിലുള്ള ബട്ടൺ ഉണ്ടല്ലേ. സാധാരണ നമ്മുടെ നോർമൽ ഷർട്ടുകളിലുള്ള ബട്ടൺ, പിന്നെ പ്രസ് ബട്ടൺ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പ്രസ് ബട്ടൺ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് സിബ്, പിന്നെ ലേസ്, ഷൂ ലേസ് വരാം. പിന്നെ അതുപോലെ തന്നെ വെൽക്രോ. വെൽക്രോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വെൽക്രോ ആയിരിക്കും കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. കാരണം വല്ലാതെ എഫേർട്ട് എടുത്ത് ഫോഴ്സ് എടുത്ത് വലിക്കുമ്പോഴേക്കും അതിന്റെ സ്റ്റിച്ച് വിട്ടുപോകാനുള്ള ചാൻസസ് ഉണ്ട്. കുട്ടികൾ നമ്മളുടെ അഡൾട്ടിനെ പോലെയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ലൈക്ക് ഈ അവരുടെ മാക്സിമം ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഗ്ലാസ്സിൽ വെള്ളം നിറയ്ക്കുന്നതാണെങ്കിലും എന്ത് കാര്യം ചെയ്യുമ്പോൾ അവർ മാക്സിമം എഫേർട്ട് എടുക്കും. അവർക്ക് അങ്ങനെ ഒരു ഐഡന്റിഫൈ ചെയ്യാൻ അറിയില്ല. ഈ ഒരു കാര്യത്തിന് ഇത്രയും ഫോഴ്സ് മതി എന്നൊന്നും അവർക്കറിയില്ല. അവരിതിനൊരു കുട്ടിയെ തൊടുവാണെങ്കിൽ തന്നെ, ഒന്ന് ജസ്റ്റ് പുഷ് ചെയ്യുകയാണെങ്കിൽ തന്നെ അവർ പതുക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ, പക്ഷെ കുട്ടി വീണിട്ടുണ്ടാവും. അപ്പൊ അത് അവർക്ക് അറിയില്ല എങ്ങനെയാണ് ആ എഫേർട്ട് എടുക്കേണ്ടതെന്ന്. ബൈ പ്രാക്ടീസ് ആണ് അവർക്ക് മനസ്സിലാവുന്നത് ഓരോ കാര്യങ്ങൾക്കും ഇത്ര ഫോഴ്സ് എക്സേർട്ട് ചെയ്താൽ മതി എന്നുള്ളത്. അതുകൊണ്ട് ഈ വെൽക്രോ അവർക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. അതിൽ പിടിച്ചിട്ട് മുകളിലത്തെ ഭാഗം അത് ഓപ്പൺ ചെയ്യുന്നതും തിരിച്ചത് കറക്റ്റ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പൊ ഷൂ ഒക്കെ കൂടുതലും വെൽക്രോ അതാണ് വരുന്നത്. പെട്ടെന്ന് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ലേസ് ആകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ, അഴിഞ്ഞു പോയാലേ ചിലപ്പോൾ തട്ടി വീഴാനും ഒക്കെ ചാൻസ് ഉള്ളത് കാരണം പാരന്റ്സ് കൂടുതലും ഷൂ അല്ലെങ്കിൽ ബക്കിളുള്ള ഷൂ ഉണ്ടാവും. ഗേൾസിനൊക്കെ പൊതുവെ ബക്കിൾസ് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഷൂ മേടിക്കും, അല്ലെങ്കിൽ ഓപ്പൺ ഷൂ, പാം ഷൂ പോലത്തത് വാങ്ങിക്കും. ബോയ്സ് വെൽക്രോ പോലത്തുള്ള ഷൂവും ആണ് ഉപയോഗിക്കാറ്. ലേസ് വളരെ ചുരുക്കമാണ്. പിന്നെ ചില ബ്രാൻഡഡ് ഒക്കെ വരുന്നത് ലേസിലാണ്. ചില ബ്രാൻഡഡ് ഷൂസ് ഒക്കെ വരുന്നതും ലേസിലാണ്. ഇപ്പൊ ലേസ് യൂസ് ചെയ്യുന്നതും അവർ പഠിക്കും. പിന്നെ നമ്മളുടെ സാധാരണ ഹുക്കുകൾ, പിന്നെ ഈ ട്രൗസറിനൊക്കെയുള്ള ആ ഒരു തരം ഹുക്ക് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഡ്രസ്സിങ് ഫ്രെയിം ചെയ്യാം.
അപ്പൊ അങ്ങനെ പല രീതിയിൽ ചെയ്യാം. ഹുക്ക് തന്നെ നമുക്കറിയാം, ബ്ലൗസിന്റെ ഒക്കെ ഹുക്ക് അത് ക്ലോസ് ചെയ്യുന്ന ഭാഗത്ത് രണ്ട് രീതിയിൽ ഫീച്ചേഴ്സ് വരുന്ന രീതിയിലുള്ള ഭാഗങ്ങളുണ്ട്. ക്ലോസ് ചെയ്യുന്ന ഭാഗം ഇങ്ങനെ നൂല് വെച്ചിട്ട് ഉള്ളതുകൊണ്ട്, അല്ലാതെ ക്ലോത്തിൽ തന്നെ ചെറിയൊരു ഗ്രൂവ് പോലെ വരുന്നതും, അതെല്ലാം നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ബെൽറ്റ് ഫ്രെയിം ഉണ്ടല്ലോ, ഇത് ആദ്യമൊക്കെ കുട്ടികൾക്ക് ബെൽറ്റ് ഒരു ബക്കിൾ ടൈപ്പ് ബെൽറ്റ് ഉണ്ട്, നമ്മുടെ ഈ ബാഗിനൊക്കെ ബക്കിൾസ് ഉള്ള പോലത്തെ, അങ്ങനത്തെ. അപ്പൊ അത് നമുക്ക് ഏതെങ്കിലും പഴയ ബാഗിൽ നിന്നും പഴയ ബെൽറ്റ് ഒക്കെ കിട്ടുവാണെങ്കിൽ അത് മതിയാകും നമുക്ക് കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കാനായിട്ട്. അതിങ്ങനെ ഒരു ക്ലോത്തില് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് സെക്യൂർ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പിന്നെ ചില കുട്ടികൾ അതിന് പകരം ചെയ്തത് വാച്ചിന്റെ സ്ട്രാപ്പ് ഉണ്ടല്ലോ, പഴയ വാച്ചുകളുടെ സ്ട്രാപ്പ് ഉണ്ടാവും ഇങ്ങനെ ഹോളിലേക്ക് മറ്റേ ഒരു ചെറിയൊരു കമ്പി, ഒരു റോഡ് പോലെ വന്നത് കയറ്റുന്ന ആ രീതിയിൽ, അങ്ങനെ വാച്ചിന്റെ സ്ട്രാപ്പ് 3-4 പഴയത് അത് ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെച്ച് അത് ഇങ്ങനെ ഇടുന്നത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചില ബെൽറ്റും എല്ലാം അങ്ങനെ തന്നെയല്ലേ വരുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇന്നോവേറ്റീവ് ആയിരിക്കുക. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ യെസ് ചോദിച്ചോളൂ. മിനു. ഗുഡ് ഈവനിങ് മാം. മാം, നമ്മള് പ്രാക്ടിക്കൽ സെക്ഷന് വരുമ്പോ ആക്ടിവിറ്റി ചെയ്തതൊക്കെ കൊണ്ടുവരണോ? റെക്കോർഡ് മാത്രം മതിയില്ലേ? കൂടെ അസൈൻമെന്റ്, സർവേ റിപ്പോർട്ട് കയ്യിൽ ഇത്രയും ഉണ്ടെങ്കിൽ, അത്രയും കംപ്ലീറ്റ് ആണെങ്കിൽ അത് കൊണ്ടുവരാം. നിങ്ങൾക്ക് സൈൻ സീൽ ചെയ്ത് പോവാം. ഓക്കെ ഓക്കെ. നമുക്കിപ്പോ ഒരു സർവേ അല്ലേ ചെയ്യാൻ തന്നിട്ടുള്ളൂ? അതെ അതെ, ഒരു സർവേ ചെയ്യാൻ തന്നിട്ടുള്ളൂ. റിപ്പോർട്ട് ആക്കാനായിട്ട് ഒരു സർവേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ അതെല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വൈവ ആ സമയത്ത് വരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ വൈവ നമുക്ക് അതിന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതൊരു നിർബന്ധമല്ല. വൈവയുടെ സ്ലോട്ട് നിങ്ങൾക്ക് ഇനി ആകും. കാരണം 9 കഴിഞ്ഞിട്ടേ ഉള്ളൂ, 10 തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇനി 11 കഴിഞ്ഞിട്ടേ നിങ്ങളുടെ വൈവ സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഓൺലൈനായിട്ട്. നമുക്ക് ഓൺലൈനായിട്ടല്ലേ അവിടെ വരുമ്പോ നമ്മള് റെക്കോർഡും കംപ്ലീറ്റ് ആയതും മറ്റേ സർവേ മാത്രം കൊണ്ടുവന്നാൽ മതി അല്ലേ? സർവേ റിപ്പോർട്ട് വൈവയ്ക്ക് റെഡിയാണ്, എല്ലാ വർക്കുകളും കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി, വൈവയ്ക്ക് റെഡിയാണെന്ന് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം വൈവ അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ വൈവയുടെ കാര്യം അത് എങ്ങനെയാ ഉണ്ടാവുക ക്വസ്റ്റ്യൻസ്? അത് നമുക്കറിയോ? വൈവ നമ്മള് അപ്പാരറ്റസ് ഉണ്ടാക്കി കാണിക്കാണോ? വൈവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രാക്ടിക്കൽ സെഷനെ ബേസ് ചെയ്തിട്ടാണ് വൈവ വരുന്നത്. അതായത് നിങ്ങൾക്ക് സ്പ്ലിറ്റപ്പ് തന്നിട്ടുണ്ട്, പ്രാക്ടിക്കലിന്റെ മാർക്സിന്റെ ഒരു സ്പ്ലിറ്റപ്പ് PDF ഫോർമയുണ്ട്. എന്താ മനസ്സിലായില്ല? പ്രാക്ടിക്കലിന്റെ മാർക്സ് തന്നിട്ടുള്ള ഒരു സ്പ്ലിറ്റപ്പ് ഇല്ലേ, നിങ്ങളുടെ തിയറിയുടെ ഓരോ തിയറിക്കും ഇത്ര മാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു PDF തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽസിന്റെ തന്നിട്ടില്ലേ? നോക്കിയിട്ടില്ല മാം. 1200 അല്ലേ മാം? ടോട്ടൽ ഡിപ്ലോമയാണോ പറഞ്ഞത്? 700 മാർക്സ് തിയറിക്ക്, 7 സബ്ജക്ട്, ഓരോ സബ്ജക്റ്റിനും 100 മാർക്സ് വെച്ചിട്ട് 700 മാർക്സ് പ്ലസ് പ്രാക്ടിക്കൽ സൈഡില് 500 മാർക്സ്. അതിൽ പ്രാക്ടിക്കൽ സൈഡില് ഒന്നാമത്തെ സെഷൻ 100 മാർക്കിന്റെ വരുന്നതാണ് മോണ്ടിസോറി അപ്പാരറ്റസ്. നമ്മുടെ മോഡ്യൂൾ 3 ഇല്ലേ, അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന പ്രാക്ടിക്കൽസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മോണ്ടിസോറി അപ്പാരറ്റസിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഓരോ മെറ്റീരിയൽസിനെ പറ്റി ചോദിക്കുമ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് പറയുന്നതിന്റെയാണ് നമ്മൾ മോണ്ടിസോറി അപ്പാരറ്റസ് എന്നുള്ള ആ സെഷന്റെ മാർക്ക് ഇടുന്നത്. ഇനി രണ്ടാമത്തെ ടീച്ചിങ് പ്രാക്ടീസ് പ്ലസ് വൈവ എന്നാണ്. അതായത് ടീച്ചിങ് പ്രാക്ടീസിന് 50 മാർക്കും വൈവ എന്ന് പറഞ്ഞ ഓവറോൾ വൈവയിലെ പെർഫോമൻസിന് 50 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 മാർക്സ് ആണ് അവിടെ. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്തവർ എന്ത് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വരും. അവരൊരു ഡെമോ ക്ലാസ് ആ വൈവയുടെ ടൈമില് ഒരു 2-3 മിനിറ്റ്സ് ചെയ്യേണ്ടതായിട്ട് വരും. പോയവരെയും ചിലപ്പോൾ ചെയ്യിക്കാം. പോയവരോട് സാധാരണ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ്, അവർ ചെയ്ത ആക്ടിവിറ്റീസ് ഒക്കെ ചോദിക്കാറാണ് പതിവ്. അപ്പൊ അവിടെ അങ്ങനെയാണ് 100 മാർക്സ് വരുന്നത്. പിന്നെ അസൈൻമെന്റ് ആൻഡ് റിപ്പോർട്ട്, അവിടെ അസൈൻമെന്റിന് 50 മാർക്കും സർവേ റിപ്പോർട്ടിന് 50 മാർക്കുമാണ്. സർവേ റിപ്പോർട്ട് പലരും ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ റിപ്പോർട്ട് ആക്കിയിട്ടുണ്ടാവില്ല. ചിലര് 5 പേരുടെ മിനിമം പറഞ്ഞിട്ട് 3 പേരുടെ 2 പേരുടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അനുസരിച്ച് അതിന്റെ മാർക്ക് ഒന്ന് മാറും. 50 മാർക്കാണ് സർവേയുടെ റിപ്പോർട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത്. അസൈൻമെന്റ് എല്ലാം നിങ്ങൾ ചെയ്തതിന് എല്ലാത്തിനും കൂടെ 50 മാർക്സ് ആയിരിക്കും.
പലരും പറഞ്ഞു ഞാൻ സബ്മിറ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ മാർക്കൊന്നും വന്നിട്ടുണ്ടാവില്ലായിരിക്കും, സബ്മിറ്റ് ചെയ്തപ്പോൾ ഇത്ര മാർക്ക് കിട്ടി, ഫുൾ മാർക്ക് കിട്ടി, എന്നിട്ട് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ മാർക്കില്ല. നിങ്ങൾ എഴുതി ഒരു കാര്യം സബ്മിറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ ചിലപ്പോൾ വൈവയുടെ സമയത്ത് അതിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ എഴുതി നിങ്ങൾ സബ്മിറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ വൈവ ടൈമിലെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് അതിന് മാർക്ക് ഇടുന്നത്. മനസ്സിലായി? അതുകൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ നിങ്ങൾക്ക് ഓർത്ത് ടെൻഷൻ വേണ്ട. വൈവയുടെ ടൈമിൽ നമ്മൾ അസൈൻമെന്റ്സ് വാല്യൂ ചെയ്യും. അപ്പൊ അവിടെ 100 മാർക്സ് വന്നു. പിന്നെ ഉള്ളത് ടീച്ചിങ് എയ്ഡ്സ്, കുറെ മെറ്റീരിയൽസ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലേ, റിപ്ലിക്ക, പിങ്ക് ടവറിന്റെ റിപ്ലിക്ക ഉണ്ടാക്കിയിട്ടുണ്ട്, ഡ്രസ്സിംഗ് ഫ്രെയിംസ് ഉണ്ടാക്കിയിട്ടുണ്ട്, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്, കളർ കാർഡ്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന് ആ മെറ്റീരിയൽസിന്റെ ആണ്. അപ്പൊ വൈവ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കിൽ അത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ടീച്ചർ ചോദിക്കുമ്പോൾ അത് ക്യാം ഓൺ ചെയ്ത്, ബാക്ക് ക്യാം ഓൺ ചെയ്തോ എങ്ങനെയാന്ന് വെച്ചാൽ കാണിച്ചു കൊടുക്കുക. പിന്നെ അവിടെയാണ് അതിന്റെ 100 മാർക്സ്. പിന്നെ വരുന്നത് റെക്കോർഡ്, നമ്മുടെ 5 റെക്കോർഡ്സിന്റെ മാർക്ക് 100. ഓക്കെ, നമ്മൾ അങ്ങനെ ഭയങ്കര മാർക്കൊന്നും കുറയ്ക്കൊന്നുമില്ല. നിങ്ങളുടേതായ ഒരു പൊട്ടൻഷ്യലില് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് ഉണ്ടാവും. അങ്ങനെയാണ് അവിടെ 500 മാർക്ക് വരുന്നത്. അപ്പോ 700 + 500 1200 വരും. ഇനി പി ജിക്കാർക്ക് ഈ 700ന്റെ കൂടെ 2 സബ്ജക്റ്റും കൂടെ വരുമ്പോ 900 ആവും തിയറിയുടെ മാർക്ക്. പ്ലസ് വൈവ പ്രാക്ടിക്കൽ സെഷനിൽ ഒരു സെമിനാർ നിങ്ങൾ എടുക്കേണ്ടതുണ്ട് ആ ടോപ്പിക് റിലേറ്റഡ്, അതിന്റെ 100 മാർക്സും കൂടെ വരും. അപ്പോൾ പ്രാക്ടിക്കല് 600 മാർക്ക് 600 വരും. ഇപ്പൊ 900 + 600 നിങ്ങളുടെ ടോട്ടൽ മാർക്ക് 1500 ആയിരിക്കും. ഡിപ്ലോമ മാത്രമാണെങ്കിൽ 1200, പി ജി ആണെങ്കിൽ 1500. ഡിപ്ലോമയ്ക്കും പി ജിക്കും കോമൺ ആയിട്ട് തിയറിയിൽ 7 പേപ്പർ ഒരുമിച്ചാണ് പരീക്ഷ എഴുതേണ്ടത്. പ്രാക്ടിക്കല് ആദ്യത്തെ 5 സെമിനാർ ഒഴിച്ച് ഒരേപോലെയാണ്. സെമിനാറാണ് എക്സ്ട്രാ വരുന്നത്. അല്ലാണ്ട് പി ജിക്കാർക്ക് വേറെ എക്സാം ഇല്ല. ആ 2 സബ്ജക്റ്റിന് മാത്രമാണ് എക്സാം വേറെ നടത്തുന്നത്. ബാക്കി എല്ലാ എക്സാമും കോമൺ ആണ്, ഒരുമിച്ചാണ് എഴുതുന്നത്. ക്ലിയർ ആയോ? എല്ലാം കൂടി കേട്ടിട്ട് ഒരു പേടി പോലെ. നമ്മൾ അങ്ങനെ മാർക്ക് കുറയ്ക്കാറില്ല. പക്ഷെ നിങ്ങൾ ചെയ്തു, നിങ്ങൾക്ക് തന്നെ മാർക്ക് കിട്ടുമ്പോൾ തോന്നും ഇത് എനിക്ക് ഡിസേർവിംഗ് ആണെന്ന് തോന്നുന്ന മാർക്ക് നിങ്ങൾക്ക് കിട്ടും. എനിക്ക് കൂടിപ്പോയി എന്നുള്ള തോന്നൽ വരുന്ന രീതിയിൽ നമ്മൾ മാർക്ക് എന്തായാലും ഇട്ടില്ല. പിന്നെ വി ഓൾ ട്രസ്റ്റ് യു, ആ ഒരു ട്രസ്റ്റ് നമ്മൾക്കിടയിൽ ഉള്ളത് കാരണം നിങ്ങളുടെ പെർഫോമൻസ് അതുപോലെയായിരിക്കും. നമ്മൾ ചെയ്യും. പലരും ഓപ്പൺ ആയിട്ട് പറയാം മാം ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് എന്ന് പറയും. ഇപ്പൊ വീട്ടിലെല്ലാരും കൂടി ഹെൽപ്പ് ചെയ്തു, അതൊന്നും നമ്മളുടെ ഈ വൈവയുടെ മാർക്കിനെ ബാധിക്കില്ല കേട്ടോ. കാരണം നമുക്ക് അങ്ങനെ ഒരു ക്ലൈമറ്റ് വീട്ടിൽ വരണം. അതിന് വേണ്ടിയിട്ടാണ് ഈ മെറ്റീരിയൽസ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളും കുട്ടികളും ഒക്കെ കൂടി ഇരുന്ന് ഒരുമിച്ചിരുന്ന് ചെയ്യണം. അതാണ് അതിന്റെ ഒരു രീതി. അല്ലാതെ ഒറ്റയ്ക്ക് നിങ്ങൾ തന്നെ ചെയ്യണം എന്നൊന്നും നമ്മൾ നിർബന്ധം പറയില്ല. ഈ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നതൊക്കെ വീട്ടിലെല്ലാവരുമായിട്ട് ലൈഫ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ കുട്ടികള്, ബാക്കി ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് ചെയ്യും. അതങ്ങനെ ഒരു വീട്ടിലെ ഒരു ക്ലൈമറ്റ് മാറണം, അതാണ് ഉദ്ദേശം നമ്മളുടെ ശരിക്കും. ഓക്കെ, അത് ഒരു ട്രസ്റ്റ് നമ്മൾക്കിടയിലുണ്ട്. അതിനനുസരിച്ചായിരിക്കും നമ്മൾ ആ വൈവ ചെയ്യുന്നത്. നിങ്ങളും വളരെ ഓപ്പൺ ആയിട്ട് വളരെ കൂളായിട്ട് നമ്മളോട് ഓപ്പറേറ്റ് ചെയ്യും ആ ഒരു കാര്യത്തില്. മാർക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എനിക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ളത് തന്നെയാണെന്ന് മനസ്സിലാവും. അല്ലാതെ നമ്മൾ ആരുടെയും മാർക്ക് കുറയ്ക്കില്ല. ഇനി ഒരു കൺഫ്യൂഷൻ കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിപ്പോ ഇനിയിപ്പോ ശനിയാഴ്ച വരുമ്പോ കൂടുതൽ ചോദിക്കും. പലപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് ഈ മോണ്ടിസോറി അപ്പാരറ്റസ്, അതിങ്ങനെ ജസ്റ്റ് നമ്മൾ ആ പ്രാക്ടിക്കല് ഡെമോ കണ്ടു, പിന്നെ പ്രാക്ടിക്കല് ചെയ്തു. അപ്പൊ പെട്ടെന്ന് ഏതെങ്കിലും ഒരു മെറ്റീരിയൽസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ ഒരു ഐഡിയ വരില്ല. അപ്പൊ അതിന് ചിലപ്പോൾ ഇത്തിരി മാർക്ക് കുറയും, 86 എന്നൊക്കെ കിട്ടും. അങ്ങനെ വരുമ്പോഴേക്കും കുട്ടികൾ ആദ്യം ചോദിച്ചു വരണം ഞാൻ എല്ലാ അപ്പാരറ്റസും ഉണ്ടാക്കിയതാണല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് അവിടെ 86 വന്നത്? ശരിക്കും മോണ്ടിസോറി അപ്പാരറ്റസ് എന്ന് പറഞ്ഞ ആ കോളം എന്ന് പറയുന്നത് നമ്മുടെ പ്രാക്ടിക്കലിനെ ബേസ് ചെയ്തിട്ടാണ്. നിങ്ങൾ ഉണ്ടാക്കിയ മെറ്റീരിയൽസ് ടീച്ചിങ് എയ്ഡ്സ് ആണ്, വേറെയാണ്. അതൊന്ന് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആവാറുണ്ട്. പറഞ്ഞു കൊടുക്കുമ്പോ ഓക്കെ, അപ്പൊ അവര് അപ്പാരറ്റസിന്റെ പിക്ചറൊക്കെ കാണിക്കുമ്പോ നമുക്ക് ഇന്നതാന്ന് അറിയാം, ഇന്ന നോബിസിലന്റ് അങ്ങനെയൊക്കെ അറിയാം. അതിന്റെ ഫീച്ചേഴ്സ് ചോദിക്കുമ്പോ ഒരു സംശയം, അതാണ്. അതുകൊണ്ട് ക്ലാസ് പറയാൻ തുടങ്ങുന്നത് നമ്മൾ ആ ഏരിയ ആയിട്ട്. ഞാനിപ്പോ ആദ്യത്തെ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് പ്രാക്ടിക്കൽസ് കൊടുത്തപ്പോ
ഇങ്ങനെ മെറ്റീരിയൽസ് അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചു, നിങ്ങൾ ഇഷ്ടമുള്ളത് എടുത്തുകൊണ്ട് വരൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട് മോണ്ടിസോറി കുട്ടികളെ പോലെ തന്നെ. പക്ഷെ നമുക്ക് നിങ്ങൾ ഗ്രൂപ്പ് ആയിട്ടായിരിക്കും പ്രാക്ടിക്കൽസിന് വരുമ്പോൾ ഇരിക്കുന്നത്. ഞാൻ പ്രാക്ടിക്കൽ ഡെമോ ചെയ്തപ്പം മാത്തമാറ്റിക്കൽ ഏരിയ ഒരുമിച്ച്, സെൻസോറിയൽ ഏരിയ ഒരുമിച്ച്, ലാംഗ്വേജ് ഏരിയ ഒരുമിച്ച് അങ്ങനെ ചെയ്തില്ലേ. അപ്പൊ നിങ്ങളിപ്പോ ഗ്രൂപ്പ് ആയിട്ടിരിക്കുമ്പോൾ ഒരു ഗ്രൂപ്പിലുള്ളവര് ആ മാത്തമാറ്റിക്കൽ ഏരിയ ഫിനിഷ് ചെയ്തിട്ട് നിങ്ങൾ സെൻസോറിയൽ ഏരിയയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആ മെറ്റീരിയലുമായിട്ട് നല്ലൊരു കണക്ഷൻ കിട്ടും. മിക്സ് ചെയ്തൊക്കെ ചെയ്യുമ്പോഴേക്കും ആകെ കൺഫ്യൂസ്ഡ് ആവും. അതെനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഏരിയ തിരിച്ചിട്ടുണ്ട്. അങ്ങനെയാവുമ്പോൾ എളുപ്പമായിരിക്കും. ചെയ്യുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പൊ മാത്തമാറ്റിക്കൽ ഏരിയ അതില് നമുക്കറിയാം, നമ്മൾ ആദ്യം നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം, കൗണ്ട് ചെയ്യാനായിട്ട് പഠിക്കണം. നമ്മൾ ഇനീഷ്യലി പഠിക്കുന്നത് 1 തുടങ്ങി 10 ആണ്. 0, നത്തിങ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് സ്പിൻഡിൽ ബോക്സിൽ നിന്ന് കിട്ടും. അപ്പൊ അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ 2 ഡിജിറ്റ്സ് വരുന്ന നമ്പേഴ്സ് വരും അല്ലെ. സിഗിൻ ബോർഡ് വെച്ചിട്ട് നമ്മൾ 2 ഡിജിറ്റ്സിന്റെ പറഞ്ഞു. അത് 99 വരെയും പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഹയർ യൂണിറ്റ്സ്, ഡെസിമൽ യൂണിറ്റ്സ് നമ്മൾ പറഞ്ഞു. ഗോൾഡൻ ബീഡിന്റെ യൂണിറ്റ്സ് 1s, 10s, 100s, പിന്നെ 1000 എന്നുള്ള ഒറ്റ യൂണിറ്റ് നമ്മൾ കണ്ടു. ഇത്രയും കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിലേക്ക് കടന്നു. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് വന്നു. അത് തന്നെ നമ്മൾ ബീഡ് സ്ട്രിങ് വെച്ചിട്ട് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും നമ്മൾ ചെയ്തു. ഓക്കെ, ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ പിന്നെ അതുപോലെ മാത്തമാറ്റിക്കൽ ഏരിയയിൽ പിന്നെ വരുന്നതാണ് ജോമെട്രിയുടെ സൈഡ്. ജോമെട്രിക്കൽ സോളിഡ്സ്, ആ ഷേപ്സ് നമ്മൾ പരിചയപ്പെടുക. നമ്മൾ അതിനെ നോക്കുന്നു, അത് നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പുറത്തുള്ള ഷേപ്പുകൾ കണക്ട് ചെയ്യും, ജോമെട്രിക്കൽ ഷേപ്സ്. പിന്നെ നമ്മുടെ ഓൾജിബ്ര സൈഡ്, ബൈനോമിയൽ ക്യൂബ്സും. ട്രൈനോമിയൽ ക്യൂബ് കിട്ടാത്തതുകൊണ്ട് അതിന്റെ ഒരു ബേസ് ട്രൈനോമിയൽ സ്ക്വയർ ഉണ്ട്. ഇത്രയും കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മാത്തമാറ്റിക്കൽ ഏരിയ കഴിയും. അല്ല, ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് ചെയ്ത മറ്റേ കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ് അല്ലെ. കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ് വരും. ഇത്രയും കഴിയുമ്പോൾ മാത്തമാറ്റിക്കൽ ഏരിയ കഴിയും. അപ്പൊ ജസ്റ്റ് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം. അന്ന് പ്രാക്ടിക്കൽ ഡെമോ കണ്ട ഓർമ്മയില് ഒന്ന് ലിസ്റ്റ് ചെയ്യാം, ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ അതിൽ വരുന്നതാണ് മാറ്റും ഡ്രസ്സിംഗ് ഫ്രെയിംസും. ഈ 2 മെറ്റീരിയൽസ് ആണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്നത്. പിന്നെ അതിന് മോണ്ടിസോറി സ്കൂളുകളിൽ ചെയ്യിക്കുന്നത് ഓവൻ ഉണ്ടാവും, കുക്കീസ് ഉണ്ടാക്കും, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടാകും, ജ്യൂസ് ഉണ്ടാക്കിക്കും, ലൈം ജ്യൂസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യിക്കും, വെജിറ്റബിൾ കട്ട് ചെയ്യിക്കും, മാവ് കുഴപ്പിക്കും. ഇതൊന്നും നമുക്ക് നമ്മളുടെ ഒരു പ്രാക്ടിക്കലിൽ നമുക്ക് പറ്റില്ല. സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത് നിങ്ങൾക്ക് അറിയാം ആ ഒരു ഐഡിയ. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ നമുക്കുള്ള മെറ്റീരിയൽസ് ആണ് മാറ്റും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ഫ്രെയിംസും. 1 ഇട്ടിട്ട് അതില് ഓരോന്നും, ഇപ്പൊ വലിയ റോമൻ ലെറ്ററിൽ 1 ഇട്ടിട്ട് നമ്മുടെ സാധാരണ നോർമൽ ന്യൂമറിക്കലില് ഇന്ത്യൻ ഇതുണ്ടല്ലോ അതില് 1 എന്നിട്ട് മാറ്റ് 2 ഡ്രസ്സിംഗ് ഫ്രെയിംസ്. അപ്പൊ നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ കഴിഞ്ഞു. അടുത്തത് നിങ്ങൾ ലാംഗ്വേജ് ഏരിയ ആണ് എഴുതി വെക്കുന്നതെങ്കിൽ ലാംഗ്വേജ് ഏരിയയിൽ നമുക്ക് എന്തൊക്കെ വരും? നമുക്ക് ലാംഗ്വേജ് ഏരിയയിൽ ലാംഗ്വേജിന്റെ റൈറ്റിംഗിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഉണ്ട് അല്ലെ. പ്രീ റൈറ്റിംഗ് ബോർഡ്. പിന്നെ നമ്മൾ കണ്ടത് ലാംഗ്വേജ് ഇൻ ജോമെട്രിക്കൽ ഇൻസെറ്റ്സ്, ജോമെട്രിക്കൽ ഷേപ്പിൽ വരുന്ന ഇൻസെറ്റ്സ്. കാര്യം മാത്സിലെ ജോമെട്രിക്കൽ ഷേപ്സ് ആണെങ്കിലും നമ്മൾ അത് ലാംഗ്വേജിൽ റൈറ്റിംഗ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാനുള്ളതാണ്. അത് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മൂവബിൾ ആൽഫബറ്റ്സ്. ഇത്രയുമാണ് നമുക്ക് ലാംഗ്വേജ് ഏരിയയിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണെന്നാണ് എന്റെ ഓർമ്മ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ പറയാം. അങ്ങനെ ലാംഗ്വേജ് ഏരിയയിൽ വന്ന കാര്യങ്ങളെല്ലാം എഴുതി വെക്കാം. നമുക്ക് വന്ന മെറ്റീരിയൽസ് ലാംഗ്വേജ് ഏരിയ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി മാത്തമാറ്റിക്കൽ ഏരിയ. മാത്തമാറ്റിക്കൽ ഏരിയ ഞാൻ പറഞ്ഞില്ല. മാത്തമാറ്റിക്കൽ ഏരിയയിൽ നമുക്ക് ആദ്യം നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യണം, കൗണ്ട് ചെയ്യണം. നമുക്ക് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് ഉണ്ട്. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്. പിന്നെ സ്പിൻഡിൽ ബോക്സ്, അതുപോലെ തന്നെ കമ്പാർട്ട്മെന്റ്സ് ഉള്ള ബോക്സ്, അതിലിങ്ങനെ ഓരോന്നിരുന്നത്. സ്പിൻഡിൽ ബോക്സ് മാത്തമാറ്റിക്കൽ ഏരിയയിലാണ് നമുക്ക്, ഏരിയയിലും സെൻസോറിയൽ ഏരിയയിലാണ് കൂടുതൽ സാധനങ്ങൾ ഉള്ളത്. സ്പിൻഡിൽ ബോക്സ് വന്നു. സ്പിൻഡിൽ ബോക്സ് കഴിഞ്ഞ് സിഗിൻ ബോർഡ് വന്നു. 2 ഡിജിറ്റ് നമ്പേഴ്സ് 10 തുടങ്ങി 99 വരെ. 2 ഡിജിറ്റ് 10 അല്ലെങ്കിൽ 11 തുടങ്ങി 99 വരെ. ഓക്കെ, സ്പിൻഡിൽ ബോക്സ് കഴിഞ്ഞ് പിന്നെ ഗോൾഡൻ ബീഡ് യൂണിറ്റ്സ്, അത് പിന്നെ ബീഡ് സ്ട്രിങ് മാത്തമാറ്റിക്കൽ ഏരിയയിൽ വന്ന കാര്യങ്ങളിൽ. പിന്നെ വരുന്നത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ബോർഡ് ഗെയിംസ്, അഡീഷൻ സ്ട്രിപ്പ് ബോർഡ്, സബ്ട്രാക്ഷൻ സ്ട്രിപ്പ് ബോർഡ്, മൾട്ടിപ്ലിക്കേഷൻ ബോർഡ്, ഡിവിഷൻ ബോർഡ്. ഇത്രയും കാര്യങ്ങൾ മാത്തമാറ്റിക്കൽ ഏരിയയിൽ.
പിന്നെ അതിൽ വരുന്നതാണ് ജോമെട്രിക്കൽ സോളിഡ്സ്, പല രീതിയിലുള്ള ഷേപ്സ്, ജോമെട്രി സോളിഡ്സ്, 3D വ്യൂസ്. പിന്നെ കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ്, 5 ബോക്സ് വന്നില്ലേ, ട്രയാങ്കുലർ ബോക്സ്, ഓരോ സെറ്റ് ആയിട്ട്, സെറ്റ് 1 സെറ്റ് 2 അങ്ങനെ ട്രയാങ്കുലർ ബോക്സ്. പിന്നെ റെക്ടാങ്കുലർ ബോക്സ് 2 എണ്ണം, ബ്ലൂ മാത്രമുള്ള റെക്ടാങ്കുലർ ബോക്സും ഉണ്ട്, ബ്ലൂ ട്രയാങ്കിൾസും, എല്ലാത്തിനും ട്രയാങ്കിൾസ് ആണ്, പല ടൈപ്പ് ട്രയാങ്കിൾസ് ആണ് അത്. പിന്നെ അത് കഴിയുമ്പോൾ ലാർജ് ഹെക്സഗണൽ ബോക്സും സ്മോൾ ഹെക്സഗണൽ ബോക്സും, ഇതിലെല്ലാം ട്രയാങ്കിൾസ് ആണ്. ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഒരു ഇമേജ് അയച്ചു തന്നിട്ടുണ്ട്, അത് റെഫറൻസ് ആക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ, നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ അറ്റ് എ ടൈം ഒരു ബോക്സ് എടുക്കുക, എല്ലാ ബോക്സും കൂടെ ടേബിളിൽ വെച്ച് ചെയ്യുമ്പോൾ അതിലെ ഷേപ്സ് മിക്സ് ആയി പോകും. എനിക്ക് ഭയങ്കര ടഫായിരിക്കും അത് കറക്റ്റ് ചെയ്തൊന്ന് വെക്കാനായിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അതൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ഓർമ്മയിൽ നിൽക്കില്ല, ഇതിന് ഈ ബോക്സിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്, പലതവണ ചെയ്യുമ്പോഴേ അത് ഓർമ്മ വരുള്ളൂ. അപ്പൊ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു ബോക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും, നിങ്ങളുടെ ലിസ്റ്റിൽ ടിക്ക് ചെയ്ത് പോവുക ചെയ്ത സാധനങ്ങൾ. അല്ലെങ്കിൽ അവസാനമായപ്പോ ഏതെങ്കിലും മിസ്സായി പോയിട്ട് നമ്മൾ അങ്ങനെ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റും, ഡിലേ ഇല്ലാതെ കറക്റ്റ് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അത് കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസും കൂടെ കഴിയുമ്പോൾ അത് കഴിയും. പിന്നെ ബൈനോമിയൽ ക്യൂബ്സും ഉണ്ട്, ട്രൈനോമിയൽ സ്ക്വയറും ഉണ്ട്. ലിസ്റ്റ് ഓർത്ത് എഴുതി വെച്ചിട്ട് വരിക. അല്ലെങ്കിൽ വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊന്ന് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ആർക്കെങ്കിലും ഞാൻ വാട്സപ്പ് ചെയ്യാം. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വന്നാൽ മതി. പിന്നെ മാത്തമാറ്റിക്കൽ ഏരിയ കഴിയുമ്പോഴേക്കും നമുക്ക് സെൻസോറിയൽ ഏരിയ, നമ്മൾ സെൻസസ് യൂസ് ചെയ്യുന്നത് അല്ലെ, കാണുന്നത്, കേൾക്കുന്നത്, തൊട്ടു നോക്കുന്നത്, പിന്നെ എന്താ ടേസ്റ്റ് ചെയ്യുന്നതില്ല, പിന്നെ അത് മണത്ത് നോക്കുന്നത്, അങ്ങനത്തെയൊക്കെ ഉള്ളതാണല്ലോ സെൻസോറിയൽ ഏരിയയിൽ. നമുക്കുള്ള മെറ്റീരിയൽസ് ഇപ്പൊ മണത്ത് നോക്കുന്നത് പോസിബിൾ ആവില്ല എന്നുള്ളത് കൊണ്ടാണ് സ്മെല്ലിംഗ് സിലിണ്ടേഴ്സ് നമ്മൾ വരുത്താത്തിരുന്നത് കേട്ടോ. കാരണം ഓൺലൈൻ ആകും എന്നൊരു ധാരണയായിരുന്നു ആദ്യമൊക്കെ, പിന്നെ നമ്മൾ നേരിട്ടുള്ള ഇത് വന്നു. അപ്പൊ ഇനിയിപ്പോ സ്മെല്ലിംഗ് സിലിണ്ടേഴ്സ് വാങ്ങുന്നതിനെ പറ്റി ഒന്ന് ചിന്തിക്കാം. എന്നാലും നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ് സ്മെല്ലിംഗ് സിലിണ്ടേഴ്സ്. ഓക്കെ, ഇതിൽ വരുന്നതാണ് പിങ്ക് ടവർ, ബ്രൗൺ സ്റ്റെയർസ്, ഓക്കെ. പിന്നെ കളർ ടാബ്ലറ്റ്സ്, പ്രൈമറി സെക്കൻഡറി നമുക്ക് അവൈലബിൾ ആണ്. ടേർഷറി ഞാൻ ഒരു 2 months ആയിട്ട് ടേർഷറി ഞാൻ ബുക്ക് ചെയ്യുവാണ്, ക്യാൻസൽ ആവും, അൺഅവൈലബിൾ എന്ന് പറഞ്ഞ് ക്യാൻസൽ ആയിക്കൊണ്ടേയിരിക്കുക. 3-4 പ്രാവശ്യം ഞാനത് ട്രൈ ചെയ്തു. നമ്മുടെ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്ട് ആവും, അത് ക്യാൻസൽ ആവും, വീണ്ടും ക്യാഷ് തിരിച്ചു വരും. ഈ പ്രൊസീജിയർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതാണ് ടേർഷറി കിട്ടിയില്ല. പക്ഷെ എന്നാലും ടേർഷറിയെ കുറിച്ച് ഞാനൊന്ന് ജസ്റ്റ് പറയാം. പ്രൈമറിയിലെ 3 കളേഴ്സ്, എപ്പോഴും വൈവയ്ക്ക് ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എത്ര ടൈപ്പ് കളർ ടാബ്ലറ്റ്സ് ഉണ്ടെന്ന്. ഞാൻ കളർ ആരോടും ചോദിച്ചിട്ടില്ല, കാരണം എനിക്കും പെട്ടെന്ന് പറയാൻ പറ്റില്ല. എനിക്കറിയാത്ത ഞാൻ ചോദിക്കില്ല കേട്ടോ. അപ്പൊ ഞാൻ എത്ര ടൈപ്പ് കളർ ടാബ്ലറ്റ്സ് ഉണ്ടെന്ന് ചോദിക്കുമ്പോ എല്ലാരും 10, 11, 60 എന്നൊക്കെ പറഞ്ഞ നമ്പർ പറയേ. ഞാനിങ്ങനെ ഞാൻ ചോദിക്കും എത്ര ടൈപ്പ്, എത്രയായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. ചോദ്യം മനസ്സിലാവാനിട്ടുണ്ട്. 3 ടൈപ്പ് കളർ ടാബ്ലറ്റ്സ് ആണുള്ളത്, പ്രൈമറി, സെക്കൻഡറി, ടേർഷറി. പ്രൈമറിയിൽ നമുക്ക് 3 കളേഴ്സ് ഉണ്ട്. നമ്മളുടെ കയ്യിൽ പ്രൈമറി കളർ ടാബ്ലറ്റ്സ് ഉണ്ട്, അത് പെയറിലായിട്ടോ, ഒരു കളർ തന്നെ 2 ടാബ്ലറ്റ്സ് ഉണ്ടാവും. അപ്പൊ അത് 6 പീസസ് ഉണ്ടാവും, ഒരെണ്ണം തന്നെ 2 എണ്ണം ഉണ്ട്, അപ്പൊ 6 പീസസ് വരും പ്രൈമറിയിൽ. പിന്നെ സെക്കൻഡറിയിൽ 11 കളേഴ്സ് ആണ്, അതും 2 എണ്ണം ഉണ്ട്, ഒരു കളർ തന്നെ, അങ്ങനെ 22 പീസസ് ആണ്. 11 കളേഴ്സ് ആണ് സെക്കൻഡറിയിൽ വരുന്നത്. ടേർഷറിയുടെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാർട്ട്മെന്റ്സ് ആണ്, 9 കമ്പാർട്ട്മെന്റ്സ് ആണ്. ഈ ഓരോ കമ്പാർട്ട്മെന്റ്സിലും ഓരോ കളറിന്റെ ഡിഫറെന്റ് ഗ്രേഡിയൻസ് ആണ്. അതായത് ഇപ്പൊ റെഡ് ആണെങ്കിൽ ലൈറ്റ് കളർ തുടങ്ങി ഡാർക്ക് റെഡ് വരെ, അങ്ങനെ 7 ഷെയ്ഡ് വരും റെഡിന്റെ. ബ്ലൂ ആണെങ്കിൽ ലൈറ്റ് ബ്ലൂ തുടങ്ങി ഡാർക്ക് ബ്ലൂ വരെ 7 ഷെയ്ഡ്സ്. ഓരോ കമ്പാർട്ട്മെന്റിലും ഓരോ കളറിന്റെ 7 ഷെയ്ഡ്സ് ഉണ്ടാവും. അങ്ങനെ 9 കമ്പാർട്ട്മെന്റ്സ്. അപ്പൊ എത്ര ടാബ്ലറ്റ്സ് ഉണ്ടാവും? 63. 9 കമ്പാർട്ട്മെന്റ്സ്. ഓരോ കമ്പാർട്ട്മെന്റിലും 7 ടാബ്ലറ്റ്സ് ഉണ്ടാവും, ഒരു കളറിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ്. നമ്മൾ കുട്ടികളെ കളർ മിക്സ് ചെയ്ത് ഡിഫറെന്റ് ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഇങ്ങനെ ഡിഫറെന്റ് ഷെയ്ഡ്സിലായിരിക്കും. ഗ്രേഡ് ആണെങ്കിൽ ലൈറ്റ് ഗ്രേ തുടങ്ങി ഡാർക്ക് ഗ്രേ വരെ, അങ്ങനെ. യെല്ലോ ആണെങ്കിൽ ലൈറ്റ് യെല്ലോ തുടങ്ങി ഡാർക്ക് യെല്ലോ വരെ. റെഡ് ആണെങ്കിൽ ലൈറ്റ് യെല്ലോ ടു ഡാർക്ക്
അങ്ങനെ അങ്ങനെ 7 ഗ്രേഡ്സിലായിരിക്കും ഒരു കളർ കാണുന്നത്. അങ്ങനെ നമുക്ക് 63 കളർ ഷെയ്ഡ്സ് ആണ്. അങ്ങനെ 3 ടൈപ്പ് കളർ ടാബ്ലറ്റ്സ് ആണ്. എപ്പൊ ചോദിക്കുമ്പോഴും എല്ലാവരും 10, 12, 15 എന്നൊക്കെ പറയും. പ്രൈമറി, സെക്കൻഡറി, ടേർഷറി, അങ്ങനെ 3 കളർ ടാബ്ലറ്റ്സ് ആണ്. പിങ്ക് ടവർ പറഞ്ഞു, ബ്രൗൺ സ്റ്റിയേഴ്സ് പറഞ്ഞു, കളർ ടാബ്ലറ്റ്സ്. പിന്നെ നമുക്ക് നോബ്ഡ് സിലിണ്ടർ ഉണ്ട്, നോബുള്ള സിലിണ്ടർ, നോബ്ലെസ് സിലിണ്ടർ ഉണ്ട്. നോബ്ഡ് സിലിണ്ടർ 4 ടൈപ്പാണ്, നോബ്ലെസ് സിലിണ്ടറും 4 ടൈപ്പാണ്, ഡിഫറെന്റ് കളേഴ്സിലാണ്. നോബ്ഡ് സിലിണ്ടറിന്റെ ഫീച്ചർ എന്താണോ സെയിം ഫീച്ചറിലാണ് നോബ്ലെസ് സിലിണ്ടറിന്റെ ഫീച്ചർ വരുന്നത്. ഇത് ഹൈറ്റ് കൂടുമ്പോ വിട്ട് കൂടുന്ന ടൈപ്പ്. സെക്കൻഡ് ഓക്കെ. അപ്പം നോബ്ഡ് സിലിണ്ടർ, നോബ്ലെസ് സിലിണ്ടർ, പിന്നെ അതിൽ വരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. സൗണ്ട് സിലിണ്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാട്ടോ ഞാൻ പറയുന്നത്. നമ്മളെ റെക്കോർഡില് ഓൾമോസ്റ്റ് എല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. സ്മെല്ലിംഗ് സിലിണ്ടേഴ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സൗണ്ട് സിലിണ്ടേഴ്സ് ഉണ്ട്, പിന്നെ ടച്ച് ടാബ്ലറ്റ്സ്, പിന്നെ തെർമിക് ടാബ്ലറ്റ്സ്. തെർമിക് ടാബ്ലറ്റ്സ് ആണ് ടെമ്പറേച്ചർ മനസ്സിലാകുന്നത്. നമ്മുടെ വീട്ടിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. നമ്മളിരിക്കുന്ന ടേബിളിന്റെ വുഡ് ആണെങ്കിൽ ആ വുഡിൽ തൊടുമ്പോൾ അതിന്റെ ഒരു ടെമ്പറേച്ചറിന് ഉദ്ദേശിക്കുന്നത് ചൂട് മാത്രമല്ല, തണുപ്പും, ചെറിയ ചെറിയ റൂം ടെമ്പറേച്ചർ, പിന്നെ അല്ലാത്ത രീതിയിൽ. ഞാനിപ്പോ ഇവിടെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്ലാസ് സ്റ്റീലിൽ തൊടുമ്പോഴേക്കും ഒരു മെറ്റൽ അല്ലേ, ആ സ്റ്റീലിൽ തൊടുമ്പോ ഒരു തണുപ്പാ ഫീൽ ചെയ്യണത്. അതുപോലെ ആ ടെമ്പറേച്ചർ അല്ല ടേബിളിൽ തൊടുമ്പോ കിട്ടുന്നത്. പിന്നെ ലാപ്ടോപ്പ്, അതിൽ തൊടുമ്പോൾ വേറൊരു ടെമ്പറേച്ചർ ആയിരിക്കും. നമ്മുടെ കയ്യിൽ തൊടുമ്പോൾ വേറൊരു ടെമ്പറേച്ചർ ആയിരിക്കും. പിന്നെ വുഡൻ പീസ്, ടൈല്, നമ്മുടെ വീട്ടില് ഫ്ലോറിലെ ടൈലില് നമ്മൾ ചവിട്ടുമ്പോൾ വേറൊരു ടെമ്പറേച്ചർ ആയിരിക്കും. റൂം ടെമ്പറേച്ചറിനനുസരിച്ച് നമ്മുടെ ഫ്ലോറിന്റെ ടെമ്പറേച്ചറിൽ മാറ്റം വരും. വാളിൽ ടൈൽ ഉണ്ടെങ്കിൽ അതിന് വേറെ ടെമ്പറേച്ചർ ആയിരിക്കും. അങ്ങനെ പല പല ടെമ്പറേച്ചർ ആയിരിക്കും. ഗ്രാനൈറ്റ്, അത് നല്ല തണുപ്പായിരിക്കും അല്ലെ. മാർബിള്, അങ്ങനെ കുറെ പീസസ് ആണ് തെർമിക് ടാബ്ലറ്റ്സിൽ വരുന്നത്. തെർമിക് ബോട്ടിൽ ഉണ്ടോ? തെർമിക് ബോട്ടിൽ ഇപ്പോ അത് ഞാൻ പറഞ്ഞില്ലേ, ഓരോ വർഷം കഴിയുന്തോറും അപ്ഡേറ്റഡ് ആണ്. തെർമിക് ബോട്ടിൽസ് നമുക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ചെറിയ ബോട്ടിൽസ് വാങ്ങും, എങ്ങാണ്ട് വലുപ്പമുള്ളൂ. ചെറിയ ബോട്ടിൽസ്, ഗ്ലാസിന്റെ ബോട്ടിൽസ് ആണ്. അത് 4 എണ്ണമാണ്. 4 ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ വരുന്ന രീതിയിലെ ബോട്ടിൽസ് ആണ്. 4 4 5 എനിക്ക് അങ്ങനെ ഓർമ്മ. അത് പക്ഷെ പെയർ ആയിട്ട് 4 ആണെങ്കിൽ 8 ബോട്ടിൽ ഈ റെക്കോർഡിലുണ്ട്. അത് ഞാൻ എഴുതിപ്പിച്ചതാ. പഴയ റെക്കോർഡുകളിലൊന്നും അതില്ല. ഞാൻ അത് നിങ്ങളുടെ മോഡ്യൂൾ 3 അത് പറഞ്ഞിട്ടുണ്ട്. തെർമിക് ബോട്ടിൽസ് 8 പീസ് ആയിരിക്കും. 8 പീസില് 4 എണ്ണത്തില് അതായത് 2 എണ്ണത്തിൽ ഒരേ ടെമ്പറേച്ചറിലുള്ള വെള്ളമായിരിക്കും നമ്മൾ ഫില്ല് ചെയ്യുന്നത്. നമ്മുടെ നോർമൽ വാട്ടർ, കോൾഡ് വാട്ടർ, ലൂക്ക് വാം വാട്ടർ, കുറച്ചുകൂടെ ചൂടുള്ള വെള്ളം, അതായത് ഗ്ലാസ് ബോട്ടിലിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ചൂടിലുള്ള വെള്ളം. അങ്ങനെ ഡിഫറെന്റ് ടെമ്പറേച്ചർ, നല്ല തണുത്ത വെള്ളം ഉണ്ടാവും, നോർമൽ വാട്ടർ ഉണ്ടാകും, ചെറു ചൂട് വെള്ളം ഉണ്ടാവും, കുറച്ചുകൂടെ ചൂടുള്ള വെള്ളം. അപ്പൊ കുട്ടികൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ട് ഗ്ലാസ് ഇങ്ങനെ പിടിച്ച് നോക്കുക. അപ്പൊ ആ ടെമ്പറേച്ചർ അവർക്ക് ഫീൽ ചെയ്യുമല്ലോ. എന്നിട്ട് അത് അവരവരുടെ റൈറ്റ് സൈഡിൽ വെക്കും. എന്നിട്ട് ബാക്കിയുള്ള ബോട്ടിൽസ് തൊട്ടിട്ട് അവരാദ്യം വെച്ച ആ ടെമ്പറേച്ചറിലുള്ള ബോട്ടിൽ കണ്ടുപിടിക്കണം. എന്നിട്ട് പെയർ ചെയ്ത് വെക്കുക. എന്നിട്ട് അടുത്ത ബോട്ടിൽ എടുത്തിട്ട് വീണ്ടും റൈറ്റ് സൈഡിൽ വെക്കും. അതിനെ പെയർ ചെയ്യുന്നത് കണ്ടുപിടിക്കും. അങ്ങനെ 4 പെയേഴ്സ് അവരുണ്ടാവും. അങ്ങനെയാണ്. അത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ബോട്ടിൽസ് ക്വാളിറ്റി ഉള്ള ബോട്ടിലായിരിക്കണം. പെട്ടെന്ന് വീണ് പൊട്ടിപ്പോകുന്ന ടൈപ്പ് ഒന്നും വാങ്ങരുത്. അപ്പൊ നമ്മളത് ചെയ്യുമ്പോൾ മാറ്റിന്റെ മുകളിൽ വെച്ച് തന്നെ ചെയ്യണം. എങ്ങാനും അത് പെട്ടെന്ന് ഉരുണ്ട് വീഴുവാനോ അങ്ങനത്തെ ചാൻസസ് ഒന്നും ഉണ്ടാകരുത്.
തെർമിക് ബോട്ടിൽസ് നമുക്ക് കയ്യിലില്ല, നമുക്ക് തെർമിക് ടാബ്ലറ്റ്സ് ആണ് കയ്യിലുള്ളത്. തെർമിക് ബോട്ടിൽസ് ഞാൻ പല ബാച്ചിനോടും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കാൻ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൻസോറിയൽ ഏരിയയില് പിന്നെ വരുന്നത് പിന്നെ എന്തെങ്കിലും ഉണ്ടോ സെൻസോറിയൽ ഏരിയയില്? ടച്ച് ടാബ്ലറ്റ്സ് പറഞ്ഞു, തെർമിക് ടാബ്ലറ്റ്സ് പറഞ്ഞു, പിന്നെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇപ്പൊ നമ്മള് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ പറഞ്ഞു, സെൻസോറിയൽ ഏരിയ പറഞ്ഞു, മാത്തമാറ്റിക്കൽ ഏരിയ പറഞ്ഞു, ലാംഗ്വേജ് ഏരിയ പറഞ്ഞു അല്ലെ. ഇതിൽ വരുന്ന ലിസ്റ്റ് ഞാനൊന്ന് ലിസ്റ്റ് എഴുതിയിട്ട്, നമുക്ക് അവൈലബിൾ ആയുള്ള മെറ്റീരിയൽസിന്റെ ലിസ്റ്റ് ആണ് കേട്ടോ, ബാക്കിയൊക്കെ നിങ്ങൾ റെക്കോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, വേറെ ഒന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അത് ഞാൻ എഴുതിയിട്ട് തരാം ലിസ്റ്റ്. പിന്നെന്താ ഇത്, അപ്പൊ നമ്മളിപ്പോ ക്ലാസ്സില് നമ്മുടെ മോഡ്യൂൾ 3 ഫസ്റ്റ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, ഡ്രസ്സിംഗ് ഫ്രെയിമും മാറ്റും അതിലാണ് വരുന്നത്. കുട്ടി മാറ്റ് എടുത്ത് റോൾ ചെയ്യാനും റോൾ ചെയ്തതിന് അൺറോൾ ചെയ്യാനായിട്ട് പഠിക്കും. ഈ 2 ഫിംഗേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് അവരെ അൺറോളിങ് ചെയ്ത് റോൾ ചെയ്യുമ്പോഴും ആ 2 ഫിംഗേഴ്സ് വെച്ചിട്ട് അങ്ങനെ ആ രീതിയിൽ. കാരണം നമുക്ക് അവരുടെ ഫിംഗർ ആ മസിൽസിന്റെ ഡെവലപ്മെന്റ്, ഫൈൻ മോട്ടോർ സ്കിൽസിന്റെ ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. പിന്നെ മെറ്റീരിയൽസ് ഡാമേജ് ആവില്ല, പിന്നെ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്, ആ മാറ്റ് ഇരിക്കുന്ന ഒരു സ്പേസേ അവൻ യൂസ് ചെയ്യുള്ളൂ. അങ്ങനെ എല്ലാം കൊണ്ടും കെയർ ഓഫ് ദ പേഴ്സൺ, അവൻ വളരെ കെയർ ചെയ്ത് മെറ്റീരിയൽസ് അതിന്റെ മുകളിൽ വെക്കും, അവനെ തന്നെ കെയർ ചെയ്യും, ചുറ്റുപാടും സറൗണ്ടിങ്സ് കെയർ ചെയ്യും. അങ്ങനെ ആ ഒരു ക്വാളിറ്റീസ് വരുന്നതാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ നിന്ന്. ഡ്രസ്സിംഗ് ഫ്രെയിംസ് പിന്നെ ചെയ്യാൻ തുടങ്ങും. സോ സ്വന്തം കാര്യങ്ങൾ അവന് തന്നെ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തെ ഏരിയ ആയിട്ട് സെൻസോറിയൽ ഏരിയ ആണെങ്കിൽ, സെൻസോറിയൽ ഏരിയയില് 5 സെൻസസ്, സെൻസോറിയൽ എഡ്യൂക്കേഷൻ ആണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. 5 സെൻസസ് യൂസ് ചെയ്തിട്ട് കുട്ടി പഠിക്കാൻ തുടങ്ങുന്നു. 5 സെൻസും യൂസ് ചെയ്തിട്ട് പഠിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ മെറ്റീരിയൽസ് അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സെൻസോറിയൽ ഏരിയയിൽ. 5 സെൻസും യൂസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ നമ്മളുടെ 4 സെൻസിന് പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് നമ്മളുടെ അവൈലബിൾ ആണ്. ആകെ സ്മെല്ലിന്റെ ഓൾഫാക്ടറി സെൻസ് മാത്രമാണ് നമ്മൾ ആ മെറ്റീരിയൽ മാത്രമാണ്, അതായത് സ്മെല്ലിംഗ് സിലിണ്ടേഴ്സ്, അത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, വെച്ചില്ല. കാരണം തുടക്കത്തിലെ ഓൺലൈൻ ക്ലാസ്സിൽ സ്മെല്ലിംഗ് സിലിണ്ടേഴ്സ് നമുക്ക് പറ്റില്ലല്ലോ. പക്ഷെ എന്നാലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നമ്മുടെ ഡൈനിങ് ടേബിളിൽ വെക്കുന്ന സോൾട്ട് പെപ്പറിന്റെ ആ ഒരു സ്പ്രിങ്കിൾ ചെയ്തിടുന്ന കുഞ്ഞു ഹോൾസ് ഉള്ള ഒരു ബോട്ടിൽ ഉണ്ടല്ലോ, ആവശ്യം കഴിയുമ്പോൾ ക്ലോസ് ചെയ്ത് വെക്കാവുന്ന ടൈപ്പ്, ആ രീതിയിലാണ് വുഡൻ സിലിണ്ടേഴ്സ് നമ്മുടെ ഈ മോണ്ടിസോറി മെറ്റീരിയലിൽ സ്മെല്ലിംഗ് സിലിണ്ടേഴ്സ് ആയിട്ട് വരുന്നത്. നമുക്ക് നല്ല സ്പൈസസ് ഇടാം, ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഏലം, അതിന്റെയൊക്കെ സ്മെല്ല് ഭയങ്കര ഇന്റൻസ് സ്മെല്ലാണല്ലോ, അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കോഫി പൗഡർ കേട്ടോ, കോഫി പൗഡർ, അതുപോലെ ഈ ചില ടീ പൗഡറിനൊക്കെ ഭയങ്കര ഇന്റൻസ് സ്മെല്ല് വരാറുണ്ട്. പക്ഷെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് അതിന്റെ സ്മെല്ല് അതിന്റെ പോകും. അതേസമയം ഏലം ഗ്രാമ്പൂ ഒക്കെ കുറെ നാൾ നിൽക്കും, പട്ട അങ്ങനെയുള്ളതിന്റെയൊക്കെ. പിന്നെ നമുക്ക് ചെറിയ കോട്ടണില് പെർഫ്യൂംസ്, ഓരോ പ്ലാന്റ് പെർഫ്യൂം, റോസ്, ജാസ്മിൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത്, പിന്നെ ഫ്രഷ് ജാസ്മിൻ റോസ് ഒക്കെ കിട്ടുവാണെങ്കിൽ അതും നമുക്ക് വെച്ചിട്ട് കുട്ടികൾ സ്മെല്ല് ചെയ്യിക്കാം. അല്ലെങ്കിൽ ചെറിയ കോട്ടൺ ക്ലോത്തിൽ ഇതുപോലെ പെർഫ്യൂം കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ സ്മെല്ല് ചെയ്ത്, ഇപ്പം സ്മെല്ലിംഗ് സിലിണ്ടേഴ്സിനാണെങ്കിലും പെയർ ചെയ്യാന്നുള്ളതാട്ടോ. 6 സിലിണ്ടേഴ്സ് ഉണ്ടെങ്കിൽ 2 സിലിണ്ടേഴ്സിൽ ഒരേ സ്മെല്ല് ഇട്ടിട്ട് ഒരു മണത്ത് അത് പെയർ ചെയ്യും. ആ രീതിയിലാണ് സ്മെല്ലിംഗ് സിലിണ്ടേഴ്സ് കൊടുക്കുന്നത്. സൗണ്ട് സിലിണ്ടേഴ്സും അങ്ങനെ തന്നെ പെയർ ചെയ്യാം. ഒരേ ശബ്ദം വരുന്നത് ഒരു മെറ്റീരിയൽസ് 2 സിലിണ്ടറിലിടും. ആ സൗണ്ട് സിലിണ്ടേഴ്സിന്റെ ക്യാപ്പ് റെഡും ഗ്രീനും ആണ്. ഒരു റെഡിലും ഒരു ഗ്രീനിലും ഒരേ സൗണ്ട് വരുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യും. എന്നിട്ട് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് കുട്ടികൾ അത് കേൾക്കും. നമ്മൾ ഈ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് കേൾക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കിട്ടും കണ്ണടച്ചിട്ട് ചെയ്യുമ്പോൾ. ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അവര് കേൾക്കാൻ പറ്റുമെങ്കിൽ ഭയങ്കര ഷാർപ്പായിരിക്കും അവരുടെ ആ ഒരു കേൾവി. ഓക്കെ, ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകള് പാട്ട് പാടുന്നത് കേട്ടിട്ടില്ലേ? കുറെ രസമായിട്ട് പാട്ട് പാടും. അവർ ചില മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അവർ നന്നായി വായിക്കും. അവർ പെട്ടെന്ന് അത് പഠിച്ചെടുക്കുന്ന പറയുന്നത്. കാരണം അവർക്ക് ഒരു കണ്ട് ഡിസ്ട്രാക്റ്റഡ് ആകുന്നില്ല ഒരു കാര്യമായിട്ടും. അപ്പൊ അവർ കേൾവി അവർ കൂടുതൽ ഷാർപ്പായിട്ട് അവർ യൂസ് ചെയ്യും. ഓക്കെ, അതാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. പിന്നെ മാത്തമാറ്റിക്കൽ ഏരിയ ആണ്. മാത്തമാറ്റിക്കൽ ഏരിയയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾജിബ്രയൊക്കെ നമ്മൾ പഠിക്കുന്നത് 8ാം ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോഴാണ്. ഇവർക്ക് ആ ഒരു കൺസെപ്റ്റ് ചെറിയ ക്ലാസ് തന്നെ വരുന്നു. മറിയം മോണ്ടിസോറി പറയുന്നുണ്ട്, നമ്മളുടെ ഹയർ ക്ലാസ്സുകളിലേക്ക് പോകുന്നതിന്റെ ഒരു ഇൻഡയറക്റ്റ് പ്രിപ്പറേഷൻ ആണ് ഈ സെൻസോറിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്.
ചെറിയ ക്ലാസ്സുകളിലെ ആ ഒരു ടീച്ചിങ് അല്ലെങ്കിൽ ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഹയർ ക്ലാസ്സിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡയറക്റ്റ് പ്രിപ്പറേഷൻ ആണ് ചെറിയ ക്ലാസ്സിലെ ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. അതാണ് ഈ മോണ്ടിസോറി സെൻസോറിയൽ മെത്തേഡിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, പാരറ്റസ് റെക്കോർഡ് എല്ലാം കംപ്ലീറ്റ് ആയിരുന്നോ? മിസ്, ഈ സെൻസോറിയൽ ഏരിയയിൽ ഈ നമ്മുടെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഒക്കെ അല്ലേ, അത് yes. അത് പറഞ്ഞിട്ട് അത് എങ്ങനെയാണ്? അത് ട്രേസ് ചെയ്യാണ് കുട്ടികൾ ചെയ്യുന്നത് കേട്ടോ. സെൻസോറിയൽ അത് ശരിക്കും ലാംഗ്വേജ് അപ്പാരറ്റസും ആണ്, സെൻസോറിയൽ അപ്പാരറ്റസും ആണ്. ആദ്യം അവരവരുടെ ഈ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് അവരിത് ട്രേസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അവരുടെ ഫിംഗേഴ്സിലെ ആ ഫൈൻ മസിൽസിന്റെ ഡെവലപ്മെന്റ് നടക്കും. അതേസമയം ട്രേസ് ചെയ്യുമ്പോൾ ആ ഒരു ഇമേജ്, കാരണം കുട്ടികളെ ആദ്യമേ തന്നെ എഴുതുക എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് എത്തിക്കുക ഭയങ്കര പാടാണ്. അപ്പൊ ഇവർക്ക് ഡ്രോയിങ് എന്നുള്ള കൺസെപ്റ്റ് ആദ്യം കിട്ടും. അതുകൊണ്ടാണ് ട്രേസ് ചെയ്യുന്നത്. ഇവർക്ക് ഇതൊരു ഇമേജ് ആയിട്ട് ഇവരുടെ ബ്രെയിനിൽ ഇത് സ്റ്റോർ ആകും. കാരണം ഇവരുടെ ഈ ഒരു സെൻസിനെ ട്രിഗർ ചെയ്യുവാണ്. ഈ ഒരു ടിംഗ്ലിംഗ് എഫക്റ്റ് ഈ സാൻഡ് പേപ്പറിലൂടെ വിരലിങ്ങനെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ലെറ്ററിന്റെ ഇമേജ് വരും. പിന്നെ അവർ എന്ത് ചെയ്യും, അവർ പേപ്പറിലേക്കോ എന്തിലേക്കെങ്കിലും ഇത് റിട്രീവ് ചെയ്യാനായിട്ട് നോക്കും. ഈ മനസ്സിലുള്ള ആ ഒരു ഇമേജ് അവരങ്ങനെ തന്നെ, എ എന്നുള്ള ഒരു ലെറ്റർ ആണെങ്കിൽ അവർ ആ എ അങ്ങനെ വരച്ചു വെക്കും. കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ പറയണ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഞാൻ എ വരച്ചു, ഞാൻ ആ വരച്ചു. അവർക്ക് ആ ഡ്രോയിങ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. അവർക്ക് ആ ഡ്രോയിങ് എന്നുള്ള കൺസെപ്റ്റിലൂടെ അവരെ ഇത് ലെറ്റേഴ്സ് നമ്മൾ എഴുതാനായിട്ട് റൈറ്റിങ്ങിലേക്ക് അവരെ കൊണ്ടുവരിക. അവരുടെ സ്ട്രെങ്ത് അവരുടെ ഡ്രോയിങ് ആയിരുന്നാണ്. പെട്ടെന്ന് തന്നെ റൈറ്റിംഗ് സാധാരണ എന്താ ആളുകൾ ചെയ്യുന്നത്, കൈ പിടിച്ചെഴുതിച്ച് പ്രാവശ്യം പൊസിഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ ഈ ലെറ്റേഴ്സ് പഠിപ്പിക്കുന്നത്. കുറെ എഴുതിയാലും ചിലപ്പോൾ കുട്ടിക്ക് ആ ലെറ്റർ കിട്ടില്ല, കാരണം അവനത് മനസ്സിരുത്തി അയക്കണം എന്നില്ല എഴുതുന്നത്. പക്ഷെ ഇതാവുമ്പോൾ ഇതിന്റെ ഇമേജ് അവരുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യും. അവർക്ക് ഇഷ്ടപ്പെടും. ആ റഫ് സർഫസിലൂടെ ഇങ്ങനെ കൈ ഇങ്ങനെ ട്രേസ് ചെയ്യാനായിട്ട് അവർ നല്ല ഇഷ്ടപ്പെടും. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് മെറ്റീരിയൽസ് നമ്മളത് വാങ്ങാത്തത്. അതാണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. നമുക്കത് 2 ഏരിയയിലും വരും. അതുകൊണ്ടാണ് എല്ലാം ചിലപ്പോ ചില മെറ്റീരിയൽസിന്റെ ആ ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഏരിയയിലും വരും. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് അതാണ്. സെൻസ്, ടാക്ടൈൽ സെൻസ് അത് ട്രിഗർ ആവുന്നുണ്ട്. അതിന്റെ ഒപ്പം കുട്ടി റൈറ്റിങ്ങിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്നു. ലാംഗ്വേജിലും വരും, സെൻസോറിയൽ ഏരിയയിലും വരും. ഓക്കെ, പറ്റുന്ന പോലെ ഏതൊക്കെയോ കുട്ടികള് മലയാളത്തിലൊക്കെ സാൻഡ് പേപ്പർ ലെറ്റർ ഉണ്ടാക്കിട്ടോ അവർ പഠിപ്പിക്കാൻ പോകുന്ന സ്കൂളുകളിൽ മലയാളം ലെറ്റേഴ്സ് പഠിപ്പിക്കണം. ഒരു ടഫ് ആയിരിക്കും മലയാളത്തിലൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല പണിയായിരിക്കും. ഇംഗ്ലീഷ് നമുക്ക് എളുപ്പമായിട്ടും കൂടിയിട്ട് നമ്മൾ നല്ല സ്ട്രഗിൾ ചെയ്തു കട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. മലയാളമൊക്കെ ആകുമ്പോൾ ഒത്തിരി കേർവ്ഡ് ആയിട്ടുള്ളത്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഈവൻ സ്ട്രേറ്റ് ലൈൻസ് സ്ലാൻഡിങ് ലൈൻസിലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ മലയാളം ഭയങ്കര കേർവ് ആയിട്ട് അങ്ങനെ പോകും. അങ്ങനെ ചെയ്തവരുണ്ട്. ഹിന്ദി ചെയ്ത ഒരു കുട്ടിയുണ്ടെന്ന് തോന്നുന്നു. ഹിന്ദി ലെറ്റേഴ്സ് പഠിപ്പിക്കണം. അപ്പൊ ഹിന്ദിയിൽ ചെയ്യുന്ന രീതിയിൽ അത് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് അത്രയും റിസൾട്ട് ഉണ്ട്. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സിന് വളരെ റിസൾട്ട് പറയും. ഹിസ്റ്റോറിക്കലി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് എല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടം സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സും ഗോൾഡൻ ബീഡ്സും. അത് അവരെപ്പോഴും എടുത്തു പറയും. ഗോൾഡൻ ബീഡും അതുപോലെ തന്നെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സും. നാളെ ട്രാവൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? തലേദിവസം വരുന്ന ആരെങ്കിലും ഉണ്ടോ? മിസ്, നാളെ വരുന്നുണ്ട്. ഒരാളൊക്കെ നാളെ വരികയാണ്. വീട് എവിടെയാ? എന്റെ ഹസ്ബൻഡിന്റെ വീട് വയനാടാണ്. അപ്പം കുറെ ടൈം എടുക്കുമല്ലോ. അപ്പം ഒരു ദിവസം ട്രാവൽ ചെയ്ത് അവിടെ സ്റ്റേ മിസ്, അവിടെ നമ്മളെ ഇതിന്റെ അടുത്തായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇവിടെ കുട്ടികൾ വരുമ്പോ സ്റ്റേ ചെയ്യുന്നത് പറവൂർ ഗേറ്റ് വേ റെസിഡൻസി എന്നും പറഞ്ഞിട്ടാണ്. ആ ഒരു ചെറിയൊരു കുഴപ്പമില്ലാത്ത വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു ഹോട്ടലാണ്. വലിയ കുഴപ്പമൊന്നും ഇല്ല അവിടെ. ഗേറ്റ് റെസിഡൻസി അല്ലേ? പറവൂർ ഗേറ്റ് വേ റെസിഡൻസി. എന്താണ്? പറവൂർ ഗേറ്റ് വേ റെസിഡൻസി. ഗേറ്റ് വേ. ഓക്കെ. അവിടെയാണ് സ്റ്റേ ചെയ്യാറ് എല്ലാവരും തന്നെ. ഓക്കെ. അവിടെ നിന്ന് ശരിക്കും വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷെ ഒരു ഓട്ടോ വിളിച്ചാലും കുഴപ്പമില്ല. 30 rupees അത്രേ വരുള്ളൂ. പറവൂർ ടൗണിൽ തന്നെയാണ് നിങ്ങളുടെ ഈ ഓഫീസും ഈ റെസിഡൻസി. ഹസ്ബൻഡും ആയിട്ടാണോ വരുന്നത്? ഹസ്ബൻഡും മോളുണ്ട്, ചെറിയ 3.5 വയസ്സുള്ള.
ഓക്കെ. അമ്മയുണ്ട്, മോളുള്ളത് കൊണ്ട്. അവര് റൂമിൽ ഇരിക്കുവോ അതോ നമ്മുടെ ഓഫീസിലേക്ക് വരുമോ? ഇല്ല, അവരെ റൂമിൽ ഇരുത്തിയിട്ട് എനിക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അലങ്ക മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല അല്ലേ? പ്രോബ്ലം അല്ലേ, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കും. ഓക്കെ, റെക്കോർഡിന്റെ കുറച്ച് കാര്യം പറയാമെന്ന് വെച്ചായിരുന്നു. അഞ്ചാമത്തെ ഏരിയ പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കാവുന്ന ഒരു കുട്ടി ചോദിച്ചൊരു ഡൗട്ടാണ്. സയൻസ് ആൻഡ് അതർ കൾച്ചറൽ ഏരിയ എന്ന് പറഞ്ഞിട്ടില്ലേ, അതിനകത്ത് ബോട്ടണി, സുവോളജി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യിക്കുന്നത്? കാരണം ബോട്ടണി ലാബ് ഉണ്ടോ, സുവോളജി ലാബ് ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ ചോദിച്ചത്. നമുക്ക് ശരിക്കും മോണ്ടിസോറി സ്കൂളിലാണ് നമ്മൾ സയൻസ് ആൻഡ് അതർ കൾച്ചറൽ ഏരിയ അറേഞ്ച് ചെയ്യുന്നത്. അവിടെയാണെങ്കിലും ജോഗ്രഫി ഏരിയ എന്നൊക്കെ പറയുമ്പോൾ മാപ്പ്, ഗ്ലോബ്, അറ്റ്ലസ്, സോളാർ സിസ്റ്റത്തിന്റെ പിക്ചർ ആയിരിക്കും കൂടുതൽ അവിടെ വരുന്നത്. പിന്നെ ചില മോഡൽസും കാണും, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സയൻസ് ഏരിയയിൽ ബോട്ടണി ഉണ്ടാവും, സുവോളജി ഉണ്ടാവും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് കാണും, ഔട്ട്ഡോർ പ്ലാന്റ്സ് കാണും, ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ടാകും, സാൻഡ് പിറ്റ് ഏരിയ ഉണ്ടാകും, മണ്ണൊക്കെ ഇങ്ങനെ കാലുകൊണ്ട് കുഴയ്ക്കും, ചെടി നടും. പിന്നെ ഈ ചെറിയ സീഡ്സ് ഒക്കെ സ്പ്രൗട്ട് ചെയ്യിക്കും, കുട്ടികളെ കൊണ്ട് തന്നെ അത് ഒബ്സർവ് ചെയ്യിക്കും, അവരെ കൊണ്ട് തന്നെ അത് വാട്ടർ ചെയ്യിക്കും. അതിന്റെ ആ ഒരു വളർച്ച, അതെങ്ങനെയാ അത് ചെടി വളർന്നു വരുന്നത്, അതൊക്കെ അവർ കാണും. അതൊക്കെ അവർക്ക് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെയുള്ള ഏരിയകളുണ്ടാവും. ചില സ്കൂളുകളിൽ പെറ്റ്സ് ഉണ്ടാകും. ഞാൻ പോയ സ്കൂളിൽ വലിയൊരു ഡോഗ് ഉണ്ടായിരുന്നു, പേടിയാവുക. പക്ഷെ ഭയങ്കര അത് അങ്ങനെ പേടിപ്പിക്കലൊന്നുമില്ല, നമുക്ക് അതിനെ കണ്ട ഒരു പേടി വരും. പക്ഷെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കൂട്ടിൽ തന്നെയാണ് ഇടുന്നത്. കുട്ടികൾ വരുന്ന സമയത്ത് അതിനെ കൂട്ടിലിടും. കുട്ടികൾ പോയി കഴിയുമ്പോഴേ അതിനെ അവർ തുറന്നിടാറുള്ളൂ. എന്നാലും അവിടെ പെറ്റിനെ അവർ വളർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫീഡ് ചെയ്യുന്നത് കാണുന്നതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ നിറയെ നേച്ചറുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് നിറയെ കിളികൾ വരുമായിരുന്നു അവിടെ. അല്ലാതെ വേറെ ഒന്നിനെയും അവിടെ കൂട്ടിലിട്ട് ചെയ്തിട്ടില്ല. കിളികളൊക്കെ അവിടെ വരും. പിന്നെ ചില സ്കൂളുകൾ, അതെന്റെ ഒരു സജഷനാണ്, ഈ ബട്ടർഫ്ലൈസിനെ ആകർഷിക്കുന്ന ചില ഫ്ലവേഴ്സ് ഒക്കെ നമ്മൾ നടുവാണെങ്കിൽ അതും നിറയെ ഉണ്ടാവും. ശലഭോദ്യാനം പോലെ ബട്ടർഫ്ലൈ ഗാർഡൻ എന്നുള്ള രീതിയിൽ ബട്ടർഫ്ലൈ വന്നിരിക്കുന്ന ടൈപ്പുള്ള ഫ്ലവേഴ്സ് നമ്മൾ വെച്ച് നട്ടുപിടിപ്പിക്കണം. നാച്ചുറൽ ആയിട്ട് അവിടെ ഒരു ബട്ടർഫ്ലൈസ് നിറയെ വരും, പല ടൈപ്പ് വരുമല്ലോ. അങ്ങനെയൊക്കെ നമുക്ക് സയൻസ് ആൻഡ് അതർ കൾച്ചറൽ ഏരിയ ചെയ്യാം. അപ്പൊ തന്നെ മ്യൂസിക്കൽ ഏരിയ ഉണ്ടാവും, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും, സൈലോഫോൺ, ട്രംപറ്റ്, ജാസ്, അങ്ങനെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കാണും. പിന്നെ അതുപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, പിന്നെ വാട്ടർ പല ലെവലിൽ ഇങ്ങനെ ഗ്ലാസ്സിൽ ബോട്ടിൽസിൽ വെച്ചിട്ട് അതിന്റെ ഒരു റിഥം ഉണ്ടല്ലോ, അങ്ങനെ മ്യൂസിക് പ്ലേ ചെയ്യും. പിന്നെ നമുക്ക് തിയറിയിൽ പഠിച്ചല്ലോ, കുട്ടികൾക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യുക, കഥയുടെ ഇതിനനുസരിച്ച് മ്യൂസിക്കിൽ ചേഞ്ചസ് ഒക്കെ വരുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അതുപോലെ ടെക്നോളജി കുറെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ സയൻസ് ആൻഡ് അതർ കൾച്ചറൽ ഏരിയയിൽ ഇത് വരും. പിന്നെ വാട്ടർ പ്ലേ ഏരിയ, കുട്ടികൾക്ക് വെള്ളത്തിൽ കളിക്കാം. സ്വിമ്മിംഗ് പൂളൊക്കെ കാണും. പക്ഷെ ഞാൻ പോയ മോണ്ടിസോറി സ്കൂളിൽ സ്വിമ്മിംഗ് പൂൾ അതൊരു അപകടമാണെന്നും പറഞ്ഞിട്ട് സാർ അതിന് വേണ്ടിയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പൂള്, അതായത് നമുക്ക് ഇൻഫ്ലേറ്റ് ചെയ്ത് എയർ കൊടുത്ത് അതിനിങ്ങനെ വലുതാക്കിയിട്ട് വെള്ളം അടിക്ക് ഫില്ല് ചെയ്തിട്ട് കുട്ടികളെ അതിനകത്തേക്ക് വിടും. അങ്ങനെ അതാകുമ്പോൾ പേടിക്കണ്ടല്ലോ, കുട്ടികൾ അധികം ചുമ്മാ വെള്ളത്തിൽ കളിക്കലേ ഉള്ളൂ, മുങ്ങിയൊന്നും പോകില്ലല്ലോ. സ്വിമ്മിംഗ് പൂൾ ആകുമ്പോൾ ഒരു ഡെപ്തൊക്കെ ഉണ്ടാവില്ല, അതിനനുസരിച്ചൊക്കെ പണിയൊക്കെ വേണ്ടേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ പോയപ്പോ കുട്ടികളെ കൊണ്ട് ഞാൻ ചെടിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അവിടെ. അത് ദിവസവും അവരെ കൊണ്ട് എന്നെ നനപ്പിക്കും, വാട്ടർ ചെയ്യിക്കും, അങ്ങനത്തെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇപ്പൊ അഞ്ചാമത്തെ ഏരിയ, അതാണ്. പിന്നെ ഈ സയൻസ്, ഇത് ബോട്ടണി, സുവോളജി ഷെൽഫ് എന്നൊക്കെ പറയുമ്പോഴേക്കും സുവോളജി ഷെൽഫിൽ എല്ലായിടത്തും ഈ പിക്ചേഴ്സ് ആണ് കൂടുതൽ വെക്കുന്നത് കേട്ടോ. ഈ ബോട്ടണി ആകുമ്പോൾ നമുക്ക് ചെടികളുടെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മറ്റേ ആനിമൽസ് ഒക്കെ, ചെറിയ ഇൻസെക്ട്സ് ഒക്കെ, അതൊക്കെ പിക്ചേഴ്സ് ആയിരിക്കും നല്ലത്. അത് ഓൾറെഡി നമ്മൾ നമ്മുടെ കളക്ഷൻ ബുക്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, അതുകൊണ്ട് ഇതുമായിട്ട് കണക്ട് ചെയ്യാം. എത്രയാ വരുന്നുള്ളൂ സയൻസ് ആൻഡ് അതർ കൾച്ചറൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ബാക്കി പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, സെൻസോറിയൽ ഏരിയ, ലാംഗ്വേജ് അപ്പാരറ്റസ്, മാത്തമാറ്റിക്സ് അപ്പാരറ്റസ് ആണ് ബാക്കിയെല്ലാം വരുന്നത്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ നമ്മളുടെ കിച്ചണുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ അവർക്ക് വാട്ടർ വർക്ക്സ് ഉണ്ട് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയില്. അതായത് വേറൊന്നുമില്ല, 2 ബൗൾ വെക്കും, ഒന്നിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇപ്പുറത്തേക്ക്
സ്പൂൺ വെച്ചിട്ട് അവർ ഫില്ല് ചെയ്യണം. ആ രീതിയിലൊക്കെ വാട്ടർ വർക്ക്സ് ഇതൊന്നും അറിയുന്ന ടൈം ആയിരുന്നില്ല എന്നിട്ട് പോലും ഞാൻ മോൾക്ക് ഈ ഒരു ആക്ടിവിറ്റി കൊടുക്കുമായിരുന്നു. കുറേ സമയം അതുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ആ സമയം കൊണ്ട് എന്റെ ജോലികളെല്ലാം തീർക്കുമായിരുന്നു. എത്ര മണിക്കൂർ വേണമെങ്കിലും കുട്ടി ഈ വെള്ളമായിട്ടിരിക്കും. ഒരു പാത്രത്തില് വെള്ളം കൊടുക്കും, സ്പൂൺ കൊടുക്കും, വേറൊരു പാത്രം കൊടുക്കും, തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കും. അപ്പൊ ഇത്തിരി കുടിച്ചു പോയാലും പ്രശ്നമില്ലല്ലോ. നല്ല പാത്രവും സ്പൂണും കൊടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വാട്ടർ വർക്ക്സ് ഉണ്ട് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയില്. പിന്നെ പൾസസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യാനും ഫണൽസ് ഒക്കെ കൊടുക്കും കുട്ടികൾക്ക് ഈ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയില്. കറക്റ്റ് ബോട്ടിലില് വെള്ളം നിറയ്ക്കാനും സ്പിൽ ഔട്ട് ആയിട്ട് പോവാതെ. അതൊക്കെ ഞാൻ പിക്ചേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് പിക്ചേഴ്സ്. ഫ്ലെയർ അടിക്കുന്നല്ലേ ട്യൂബിന്റെ പിക്ചർ ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ ഒട്ടിച്ചതായിരുന്നു. പിന്നെ നമ്മള് കുട്ടികളെ ശീലിപ്പിക്കേണ്ട ചില കാര്യങ്ങൾ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ നമുക്ക് വീട്ടിൽ ചെയ്യാനേ പറ്റുള്ളൂ. ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോ ബെഡ് നേരെയാക്കുക, ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഫാൻ എന്തെങ്കിലും ഓൺ ആണെങ്കിൽ അത് ഓഫ് ചെയ്യുക, അങ്ങനെ. പിന്നെ കിടന്ന സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് വൃത്തിയാക്കുക, അങ്ങനെ. പിന്നെ കുളിക്കാനൊക്കെ പോകുമ്പോ അല്ല വാട്ടർ സോഴ്സസിന്റെ പവർ അങ്ങനെ ഗീസറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നത് കുട്ടിയെ പ്രാക്ടീസ് ചെയ്യിക്കുക. പിന്നെ പ്ലാന്റിങ് ചെയ്യാൻ പഠിപ്പിക്കുക, വാട്ടറിങ്, അതെല്ലാം വീഡിങ്, എന്തെങ്കിലും ചെടിയുടെ ഇടയ്ക്ക് അല്ലാത്ത പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു കളയാനും. പിന്നെ പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യാതിരിക്കുന്നതൊക്കെ കുട്ടികൾക്ക് നമ്മളതൊക്കെ കാണിച്ചു കൊടുക്കുക. നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒപ്പം ചെയ്ത് അവരെ പ്രാക്ടീസ് ചെയ്യിക്കുക. ഇതൊക്കെ നമുക്ക് കെയർ ഓഫ് എൻവിയോൺമെന്റിന്റെ കാര്യത്തിൽ ചെയ്യാം. നമ്മുടെ മണ്ണില് വിഷം, അതായത് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്ത് മണ്ണ് നാശാക്കരുത്. കാരണം കുട്ടികള് ചിലപ്പോൾ ചെരുപ്പില്ലാണ്ട് ആ മണ്ണിലൊക്കെ കളിക്കുന്നതാണല്ലോ. അപ്പൊ നമ്മളുടെ ആ ഒരു എൻവിയോൺമെന്റിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളെ ആദ്യം തന്നെ പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും പെറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യിക്കുക, അവരുടെ ഷെൽട്ടർ ക്ലീൻ ചെയ്യിക്കുക, അതൊക്കെ കുട്ടികളെ കൂട്ടുക. അതിനെ ഫീഡ് ചെയ്യുക, അതിനെ കെയർ ചെയ്യുക, പ്ലാന്റ്സ് റെഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്യുക, ഫ്ലവേഴ്സ് പ്ലക്ക് ചെയ്യാതിരിക്കാനായിട്ട്, അങ്ങനത്തെ അതൊക്കെയാണ് നമ്മൾ കെയർ ഓഫ് എൻവിയോൺമെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ ഔട്ട്സൈഡില് അവർ യൂറിനേറ്റ് ചെയ്യുന്നത്, അവരെ അങ്ങനത്തെ ശീലം ഉണ്ടാക്കരുത്. തുപ്പുന്നത്, സ്പിറ്റ് ചെയ്യുന്നത്, അപ്പൊ അതിന് പിന്നെ എല്ലാ സാധനങ്ങളും അതിൻ്റെതായ പ്ലേസിൽ തന്നെ വെക്കാനായിട്ട് പ്രോപ്പറായിട്ട് ആ ഒരു ഓർഡറിൽ വെക്കാനായിട്ട് ശില്പിക്കുക. പിന്നെ വേസ്റ്റ് ഹിയർ ആൻഡ് ദെയർ ത്രോ ചെയ്യുന്നത്, ആ ശീലം നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് തന്നെ അവർ ഫോളോ ചെയ്യുള്ളൂ. സോ അത് അതിനൊരു ഡസ്റ്റ്ബിൻ പ്രൊവൈഡ് ചെയ്യുക, ഗാർബേജ് ഒക്കെ അതിൽ വെക്കുക. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇനഫ് ഫുഡ് മോർ ദാൻ കൊടുത്ത് വേസ്റ്റ് ആക്കുന്ന രീതിയിലാവരുത്. നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുമല്ലോ, വെള്ളം അമിതമായിട്ട് കളയാതെ സൂക്ഷിക്കുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. കെയർ ഓഫ് എൻവിയോൺമെന്റ്, കെയർ ഓഫ് പേഴ്സൺ ഒക്കെ വരുമ്പോൾ. പിന്നെ നമ്മൾക്ക് ഈ ക്ലോക്ക് ഒക്കെ വരും, ക്ലോക്ക് വരും നമ്മുടെ മാത്തമാറ്റിക്കൽ ഏരിയയിലെ ക്ലോക്ക് വരും. ഞാൻ ബീഡ്സ് പിരമിഡിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ളൊരു പിക്ചർ ഞാൻ കാണിച്ചത് മനസ്സിലാവുന്നുണ്ട് അല്ലേ? താഴെ നമുക്ക് അവൈലബിൾ ആണ് ബീഡ് സ്റ്റെയർ, മുകളില് ബീഡ് സ്ട്രിങ്. ഓരോ ഫേസും ഒരു ബീഡ് സ്റ്റെയർ പോലെ ഇരിക്കും. അങ്ങനെ 4 ഫേസില് ബീഡ്സ് വെച്ചിട്ട് ബീഡ് സ്റ്റെയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബീഡ്സ് പിരമിഡ് ആയിട്ട് മാറും. ഞാൻ അത് സെർച്ച് ചെയ്തു ആമസോണിൽ, എനിക്കത് കിട്ടിയില്ല, അല്ലെങ്കിൽ അതും കൂടെ വാങ്ങിച്ചു. പിന്നെ നമ്മളുടെ ബീഡ് സ്ട്രിങ് ഓരോന്നും 10 വീതമുണ്ട്. ഇപ്പൊ 1 ആണെങ്കിലും 10 ചേരുമ്പോൾ 10 ആയി. പിന്നെ 2 ആണെങ്കിലും 10 ഉണ്ട്. അപ്പൊ 20 പീസസ്, 20 ടോട്ടൽ കൗണ്ട് 20. അങ്ങനെ 9 ആണെങ്കിൽ 10 പീസ് ഉണ്ട്. സോ 90 ടോട്ടൽ വാല്യൂ പറയുവാണെങ്കിൽ. പിന്നെ 10ഉം 10 വരെ അങ്ങനെ 100. അങ്ങനെ ടോട്ടൽ വാല്യൂസ് നമുക്ക് അങ്ങനെ അറേഞ്ച് ചെയ്യിപ്പിക്കാം. പിന്നെ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് ബോർഡ് ചാർട്ട് പേപ്പറിലൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമാണെങ്കിൽ ഉണ്ടായിരിക്കുള്ളൂ. അഡീഷന്റെ മൾട്ടിപ്ലിക്കേഷന്റെ ആണ്.
കണ്ടാൽ മനസ്സിലാവുന്ന എനിക്കറിയാം. ക്ലിയർ ആവുന്നുണ്ടോ? ട്യൂബ് ഓഫ് ചെയ്ത വേറെ ലൈറ്റ് ഇട്ട കാണില്ല. ഇത് അഡീഷൻസ് റിപ്പോർട്ടാണ്. ഇങ്ങനെ നമുക്ക് ചാർട്ട് പേപ്പറിൽ പ്രിപ്പയർ ചെയ്ത് കുട്ടികളെ അഡീഷൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ 4ഉം 5ഉം കൂടെ ആഡ് ചെയ്യാൻ. 4 മുകളിൽ കണ്ടോ, 4ൽ നിന്ന് 5ലേക്ക് ആ ലൈൻ വരയ്ക്കുമ്പോൾ രണ്ടും കൂടെ ജോയിൻ ആവുന്ന അവിടുത്തെ നമ്പർ 9. ആ രീതിയിൽ അഡീഷൻ സ്ട്രിപ്പോട് 4ഉം ആണ് 3 കേട്ടോ. 3ഉം 5 കേട്ടോ. 4ഉം 5 അല്ല, 3ഉം 5. 3ഉം 5ഉം കൂടെ വരുമ്പോൾ 8. 8ൽ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ടോ? 3ൽ നിന്നും താഴേക്ക് നോക്കുക, 5ൽ നിന്നും ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ രണ്ടും കൂടെ ജോയിൻ ആവുന്ന പോയിന്റ് 8. ഈ രീതിയിൽ നമ്പേഴ്സ് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് അഡീഷൻ പഠിപ്പിക്കാൻ പറ്റും കുട്ടികളെ. ഇത് ചെയ്യാം. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ചാർട്ട് പേപ്പറിൽ ചിലത് എന്റെ റെക്കോർഡിൽ ഇത് കണ്ടിട്ട് ചാർട്ട് പേപ്പറിൽ അങ്ങനെ വരച്ച് കുട്ടികളെ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിച്ചു. ടേബിൾ പഠിപ്പിച്ച് മടുത്തു, ഒന്നും ശരിയാവണില്ല എന്ന് പറഞ്ഞ് ഇത് നോക്കിയിട്ട് മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 5ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നേരെ രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നത് 20യിലാണ്. ഈ രീതിയിൽ നമ്പേഴ്സ് അറേഞ്ച് ചെയ്യണം. അത് മാത്രം ചാർട്ട് പേപ്പറിൽ ചെയ്യാവുന്നതാണ്. അറേഞ്ച്മെന്റ്സ് എളുപ്പമാണ് കേട്ടോ. മൾട്ടിപ്ലിക്കേഷന്റെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വരുമ്പോൾ റെക്കോർഡ് കാണിക്കാം. ആരെങ്കിലും ഒന്ന് ഫോട്ടോ എടുത്ത് കൊണ്ടുപോയാൽ മതി, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാട്സപ്പ് ചെയ്യാം. അപ്പൊ മൾട്ടിപ്ലിക്കേഷന്റെയും അഡീഷന്റെയും ഇതുപോലെ ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു ഗെയിം പോലെ ചെയ്യും അവര്. അത് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ ബാക്കി ബോർഡ്സ് എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ചെയ്തു. ഡെമോയിൽ തന്നെ ബോർഡിന്റെ രീതികൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? ഡെമോയിൽ ഞാൻ ബോർഡ് കാണിച്ചത്. ജോഗ്രഫി ഷെൽഫ് ഒട്ടിച്ചത് പോയി. ജോഗ്രഫി ഷെൽഫ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു കേട്ടോ. ഗ്ലോബ്, താഴെ അറ്റ്ലസും മാപ്പും ഒക്കെ ഇരിക്കുന്ന കാണാം. ഒട്ടിയത് പോയി. മാത്സിന്റെ അരിത്തമെറ്റിക് പറഞ്ഞത് ക്ലിയർ ആയിരുന്നു. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അഡീഷൻ ബോർഡും ജസ്റ്റ് അഡീഷൻ ബോർഡും സബ്ട്രാക്ഷൻ ബോർഡിന്റെ ഡിഫറൻസ് ഒന്ന് പറയാം. അഡീഷൻ സ്ട്രിപ്പ് ബോർഡും സബ്ട്രാക്ഷൻ സ്ട്രിപ്പ് ബോർഡും നിങ്ങൾക്ക് കാഴ്ചയിലും ഒരുപോലെ തോന്നും. പക്ഷെ അതില് രണ്ടിലും സിമിലാരിറ്റി പറയുവാണെങ്കിൽ 1 തുടങ്ങി 18 വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അഡീഷൻ ബോർഡിൽ 1 തുടങ്ങി 10 വരെയും എഴുതിയിരിക്കുന്ന നമ്പേഴ്സിന്റെ കളർ റെഡ് ആണ്. 11 തുടങ്ങി 18 വരെയും ബ്ലൂ. പിന്നെ അതിലെ ചെക്ക് ലൈൻസും കാണും. പിന്നെ 10 കഴിഞ്ഞിട്ട് അഡീഷൻ ബോർഡിൽ റെഡ് കളറിലുള്ള ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് ആണ്. റെഡ് ലൈൻസ് ആണ് ചെക്ക് ബോക്സ് ബോർഡിലുള്ളത്. അഡീഷൻ ബോർഡിന് 2 സ്ട്രിപ്പാണുള്ളത്. ബ്ലൂ കളർ സ്ട്രിപ്പും റെഡ് കളർ സ്ട്രിപ്പും. രണ്ടും 9 പീസ് ഉണ്ടാകും. അപ്പൊ 9 എന്ന് എഴുതിയിരിക്കുന്ന സ്ട്രിപ്പിനായിരിക്കും ലെങ്ത് കൂടുതൽ. അങ്ങനെ നമ്മളത് വെക്കുമ്പോൾ ഈ ചെക്ക് ബോക്സിന്റെ ആ ചെക്ക് തുടങ്ങുന്ന ആ നമ്പേഴ്സ് എഴുതിയതിന്റെ തൊട്ട് താഴെ ചെക്ക് തുടങ്ങുന്ന അവിടെ തുടങ്ങി ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് വെക്കണം. അത് നമ്മൾ ഏഞ്ചൽ വിങ്സ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ വിങ്സ് പോലെ വെക്കണം. ഏറ്റവും മുകളിൽ ലെങ്ത് കൂടുതൽ, താഴേക്ക് വരുന്തോറും കുറഞ്ഞു വരണം. അപ്പൊ 9 മുകളില് താഴെ 1. അങ്ങനെ നമ്മൾ ഡിസെൻഡിങ് മോഡലിലാണ് സ്ട്രിപ്പ് വയ്ക്കുന്നത് ബോർഡിൽ താഴോട്ട്. ഇനി സബ്ട്രാക്ഷൻ ബോർഡിലാണെങ്കിൽ നമുക്ക് 1 തുടങ്ങി 9 വരെയും ബ്ലൂ കളറിലായിരിക്കും നമ്പേഴ്സ്. 10 തുടങ്ങി 18 വരെയും റെഡ് കളറിലും. 9 കഴിഞ്ഞിട്ട് വെർട്ടിക്കൽ ആയിട്ട് ഒരു ബ്ലൂ ലൈനും ഉണ്ടായിരിക്കും. സബ്ട്രാക്ഷൻ ബോർഡിൽ അഡീഷണൽ ബോർഡിൽ ഉള്ളതുപോലെ തന്നെ ബ്ലൂ സ്ട്രിപ്പ് 9 ഉണ്ട്, റെഡ് സ്ട്രിപ്പ് 9 ഉണ്ട്. കൂടാതെ അഡീഷണലി ഗ്രേ കളറിൽ അല്ലെങ്കിൽ വുഡൻ കളറിലുള്ള 18 സ്ട്രിപ്സ് വരും. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതെ. അതിന് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. വരാൻ പറ്റാത്തവർക്ക് മറ്റുള്ളവരെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് എന്നാ വൈൻഡപ്പ് ചെയ്യാം. പറയാനുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നിങ്ങൾ ആ ഞാൻ ഓർഡറിലൊന്ന് എഴുതി വെക്കാം. വരുമ്പം അത് ലിസ്റ്റ് എങ്ങനെ കയ്യിൽ കൊണ്ടുവരിക, ചെയ്യുന്നത് ടിക്ക് ചെയ്ത് പോകും.
ഏതെങ്കിലും സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. എത്ര പേര് വരുന്നു? 9 ആളെ തോന്നുന്നു. 9 ആള് ആണ് നമ്മള് ഗ്രൂപ്പില് പറഞ്ഞത്. ഓക്കെ, കൂടുതലാണോ അറിയില്ല. ശനിയാഴ്ച കാണാൻ മതി. കാണാം. താങ്ക് യു. താങ്ക് യു മാം.